യാഗം തുടങ്ങുകയായി. പരിശുദ്ധനെ പരമോന്നത പാരിടമാകെ കുമ്പിടുന്നു. പരിശുദ്ധനെ പരമോന്നത പാരിടമാകെ കുമ്പിടുന്നു. ഒരുക്കി വയ്ക്കും നാഥാ നിൻ മാംസരക്തങ്ങൾക്കൊപ്പം. അൾത്താരയിൽ ഒരുക്കി വയ്ക്കും നാഥാ നിൻ മാംസരക്തങ്ങൾക്കൊപ്പം. പാപഭാരങ്ങളും എൻ ദുഃഖങ്ങളും കാഴ്ചയേകി കൈകൂപ്പിടുന്നു. കാഴ്ചയേകി കൈകൂപ്പിടുന്നു. പരിശുദ്ധനെ പരമോന്നത പാരിടമാകെ കുമ്പിടുന്നു. പരിശുദ്ധനെ പരമോന്നത പാരിടമാകെ കുമ്പിടുന്നു. എല്ലാവർക്കും ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോമിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഈ വെള്ളിയാഴ്ച ദിവസം ഈ ബലിയർപ്പിക്കുവാനായി നാം ഒരുമിച്ച് ചേരുമ്പോൾ കരങ്ങളെ കൂപ്പി കണ്ണുകളടച്ച് നമ്മെ തന്നെ ദൈവതിരുസന്നിധിയിൽ സമർപ്പിക്കാം. പ്രത്യേകമായിട്ട് എല്ലാ നിയോഗങ്ങളും ദൈവത്തിൻ്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. പ്രാർത്ഥനാ നിയോഗങ്ങൾ സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന ഓരോ വ്യക്തികളെയും പ്രത്യേകമായി ഈ ബലിപീഠത്തിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ഈ ഒരാഴ്ചക്കാലം ജന്മദിനവും വിവാഹ വാർഷികവും ആഘോഷിക്കുന്നവരെ പ്രത്യേകമായിട്ട് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരുടെ വേർപാടിൻ്റെ ഓർമ്മകളുമായിട്ടായിരിക്കുന്നവരെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഈ ഒരാഴ്ചക്കാലം നിത്യസമ്മാനത്തിനായിട്ട് യാത്രയായവരുണ്ട്. അവരുടെ ആത്മശാന്തിക്ക് വേണ്ടിയിട്ട് തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന എല്ലാ നിയോഗങ്ങളും തമ്പുരാൻ്റെ തിരുക്കരങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് ഏറ്റവും സ്നേഹത്തോടെ നമുക്ക് ഈ ബലിയർപ്പിക്കാം. സാധിക്കുന്നവരെല്ലാവരും കരങ്ങൾ കൂപ്പി ഏറ്റവും തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിക്കുവാനായിട്ട് പരിശ്രമിക്കുക. നമ്മളെവിടെയായിരുന്നാലും ഈ സമയം കരങ്ങൾ കൂപ്പി ഏറ്റവും തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. തീക്ഷ്ണതയോടുകൂടെ ഒരു ദേവാലയത്തിൽ ആയിരിക്കുന്നത് പോലെ അതേ ഭക്തിയോടും അതേ തീക്ഷ്ണതയോടും അതേ ആഗ്രഹത്തോടും കൂടെ ഏറ്റവും തീക്ഷ്ണമായി ഒന്ന് ചേർന്ന് ഈ ബലി. അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഉദ്ഘോഷിക്കുന്നു. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപി ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഉദ്ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, മനുഷ്യവംശത്തിലെ നവീകരണത്തിനും രക്ഷയ്ക്കും വേണ്ടി അങ്ങയുടെ പ്രിയപുത്രൻ കാരുണ്യപരം നൽകിയ ദിവ്യരഹസ്യങ്ങളുടെ പരികർമ്മത്തിന് ബലഹീനരായി ഞങ്ങളെ ശക്തരാക്കണമേ. സകലത്തിൻ്റെയും നാഥായ എന്നേക്കും ആമേൻ.
കർത്താവേ മമ രാജാവേ, പാടും നിൻ പുകളെന്നും ഞാൻ. സകലേശാനിൻ തിരുനാമം വാഴ്ത്തിയിടും ഞാനനവരതം. കർത്താവേ നിൻ സ്തുതി പാടും, അനുദിനമങ്ങയെ വാഴ്ത്തും ഞാൻ. നാഥൻ മഹിമ നിറഞ്ഞവനും പാരം സ്തുത്യനുമെന്നെന്നും. എന്നാത്മാവേ പാടുക നീ കർത്താവിൻ സ്തുതിഗീതങ്ങൾ. ജീവിതകാലം മുഴുവൻ ഞാൻ നാഥനു ഗീതികൾ പാടിയിടും. ഞാനീ മണ്ണിൽ കഴിവോളം ദൈവസ്തുതികൾ പാടിയിടും. അരചനിലോ നരനൊരുവനിലോ ശരണം തേടാൻ തുനിയരുതേ. നല്ലതുമുചിതവുമല്ലോ നാം പാടുക ദൈവസ്തുതിഗീതം. വാഴ്ത്താം അവനുടെ തിരുനാമം. ദൈവം നിത്യൻ സ്തുത്യർഹം. ചിതറിയോരിസ്രേൽ ജനതതിയെ നാഥൻ വീണ്ടും ചേർക്കുന്നു. പണിയുന്നോർസ്ലേം നഗരിയവൻ കരുണാവാരിധിയവനല്ലോ. ജനരാശികളുടെ മധ്യേ ഞാൻ നിൻ സ്തുതിഗീതം പാടിയിടും. വളരെ ജനത്തിൻ മുൻപിൽ ഞാൻ നിൻ സ്തുതി പാടി വണങ്ങിടും. അതുപോലാത്മജനം റൂഹായ്ക്കും സ്തുതിയെന്നേക്കും. ആദിമുതൽക്കെന്നതുപോലെ ആമേൻ അനവരതം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിൻ്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിൻ്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞു മുടിച്ചൂടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങ് എല്ലാറ്റിൻ്റെയും സൃഷ്ടാവാകുന്നു, സകലത്തിൻ്റെയും നാഥായ നയിക്കും. ആമേൻ.
സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാഥ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമാം ഉത്ഥാനം നീ അരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൻ ഉത്തമരക്ഷയുമേകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എൻ്റെ കർത്താവേ, നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കർണതയും. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും അമർത്യനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവം, അങ്ങയുടെ ജീവദായകം ദൈവികമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിന് ഗ്രഹിക്കുന്നതിന് ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളെ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരണത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. സഹോദരരെ, യോഹന്നാൻ ശ്ലീഹ എഴുതിയ 1-ാം ലേഖനം ഗുരു ആശീർവദിച്ചമേ. മിശിഹ നിന്നെ അനുഗ്രഹിക്കട്ടെ. ഈശോയാണ് മിശിഹ എന്നത് നിഷേധിക്കുന്നവനല്ലാതെ മറ്റാരാണ് കള്ളം പറയുന്നവൻ? അവനാണ് വ്യാജ മിശിഹ. പിതാവിനെയും പുത്രനെയും നിഷേധിക്കുന്നവൻ, പുത്രനെ നിഷേധിക്കുന്നവന് പിതാവില്ല. എന്നാൽ പുത്രനെ ഏറ്റുപറയുന്നവനോ പിതാവുണ്ടായിരിക്കും. ആരംഭം മുതൽ നിങ്ങൾ ശ്രവിച്ചത് നിങ്ങളിൽ നിലനിൽക്കട്ടെ. ആരംഭം മുതലേ കേട്ടത് നിങ്ങളിൽ നിലനിൽക്കുമെങ്കിൽ നിങ്ങൾ പുത്രനിലും പിതാവിലും നിലനിൽക്കും. അവൻ നമുക്ക് നൽകിയിരിക്കുന്ന വാഗ്ദാനം ഇതാണ്, നിത്യജീവൻ. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഹല്ലേലൂയാ പാടിയിടുന്നേ, ഹല്ലേലൂയാ 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 പാടിയിടുന്നേ, ഹല്ലേലൂയാ ഹല്ലേലൂയാ. നല്ലൊരാശയമെന്മനതാരിൽ വന്നു നിറഞ്ഞു തുളുമ്പിടുന്നു. രാജാവിൻ തിരുമുൻപിൽ കീർത്തന മധുവായി ഞാനതൊഴുക്കിടട്ടെ. ഏറ്റമനുഗ്രഹപൂരിതനാം കവി തന്തൂലിക പോലെന്നാവിപ്പോൾ താതനുമതുപോൽ സുതനും പരിശുദ്ധാത്മാവിനും സ്തുതിയുയരട്ടെ. ആദിമുതൽ എന്നും നിത്യവുമായി ഭവിച്ചിടട്ടെ. ആമേ. ഹല്ലേലൂയാ പാടിയിടുന്നേ, ഹല്ലേലൂയാ 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 പാടിയിടുന്നേ, ഹല്ലേലൂയാ ഹല്ലേലൂയാ. നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോട് കൂടെ, അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. അധ്യായം 24 വാക്യങ്ങൾ 7 മുതൽ. ജനം ജനത്തിനെതിരായും രാജ്യം രാജ്യത്തിന് എതിരായും അണിനിരക്കും.
ക്ഷാമങ്ങളും ഭൂകമ്പങ്ങളും പല സ്ഥലങ്ങളിലും ഉണ്ടാകും. ഇവയെല്ലാം ഈറ്റുനോവിൻ്റെ ആരംഭം മാത്രം. അവർ നിങ്ങളെ പീഡനത്തിന് ഏൽപ്പിച്ചു കൊടുക്കുകയും കൊല്ലുകയും ചെയ്യും. എൻ്റെ നാമനിമിത്തം സർവ്വജനങ്ങളാലും നിങ്ങൾ വെറുക്കപ്പെടും. അപ്പോൾ അനേകർ ഇടർച്ചയ്ക്ക് വിധേയരാവുകയും പരസ്പരം ഒറ്റിക്കൊടുക്കുകയും വെറുക്കുകയും ചെയ്യും. നിരവധി വ്യാജ പ്രവാചകന്മാർ ഉണ്ടാവുകയും അനേകരെ വഴിതെറ്റുകയും ചെയ്യും. അനീതി പെരുകുന്നതിനാൽ പലരുടെയും സ്നേഹം തണുത്തുപോകും. എന്നാൽ അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവനാരോ അവൻ രക്ഷിക്കപ്പെടും. എല്ലാ ജനതകളുടെയും സാക്ഷ്യത്തിനായി രാജ്യത്തിൻ്റെ ഈ സുവിശേഷം ലോകമെങ്ങും പ്രസംഗിക്കപ്പെടും. അപ്പോൾ അവസാനം വരും. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഈശോമിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ വൈദികരെ, പ്രിയമുള്ള സിസ്റ്റേഴ്സ്, പ്രിയമുള്ള മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, ഒരു മഹാമാരിയുടെ സെക്കൻഡ് വേവിൻ്റെ നടുവിൽ നിൽക്കുന്നവരാ നാം ഓരോരുത്തരും. അതോടൊപ്പം തന്നെ ചുഴലിക്കാറ്റും പേമാരിയും മറുവശത്ത്, മറ്റൊരു വശത്താണെങ്കിൽ യുദ്ധവും ഭീകര ആക്രമണങ്ങളും. കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ പല ദിവസങ്ങളിലും രാത്രിയിൽ എനിക്ക് ഉറക്കം നഷ്ടപ്പെട്ട ദിവസങ്ങളായിരുന്നു. അതിൻ്റെ ഒരു കാരണമെന്ന് പറയുന്നത് നമ്മുടെ കൺമുൻപിൽ വന്നു ചേരുന്ന ചില വാർത്തകളും അല്ലെങ്കിൽ പ്രിയപ്പെട്ടവരുടെ വേർപാടുകളുമൊക്കെ ഒത്തിരി ദുഃഖത്തിൽ എന്നെയും ആഴ്ത്തിയ ദിനങ്ങളായിരുന്നു. ഒത്തിരി തീക്ഷണമായിട്ട് പ്രാർത്ഥിക്കുകയും ദൈവവചനം ധ്യാനിക്കുകയും ചെയ്തു. കഴിഞ്ഞ 5 ദിവസമായിട്ട് ഞാൻ ധ്യാനിച്ചു കൊണ്ടിരിക്കുന്ന വചനഭാഗമാണ് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 24-ാമത്തെ അധ്യായം 7 മുതലുള്ള വാക്യങ്ങൾ. എൻ്റെ ജീവിതത്തിലേക്ക് ഒരാശ്വാസമായിട്ട് കടന്നു വന്ന വചനം ഇതാണ്: എന്നാൽ അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവൻ ആരോ അവൻ രക്ഷിക്കപ്പെടും. പ്രിയമുള്ളവരെ, ദൈവവചനം വളരെ ശക്തമായിട്ട് നമ്മോട് പറയുകയാണ്, ഈ പ്രയാസങ്ങളുടെയും ബുദ്ധിമുട്ടുകളുടെയും നടുവിൽ ഭയക്കുകയോ വിറയ്ക്കുകയോ അല്ല ചെയ്യേണ്ടത്, ദൈവത്തിൽ കൂടുതലായിട്ട് ആശ്രയിക്കുകയാണ് ചെയ്യേണ്ടത്. തമ്പുരാനിൽ കൂടുതലായിട്ട് ആശ്രയിക്കുവാനായിട്ടും നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ. മനുഷ്യൻ്റെ കണക്കൂട്ടലുകളും അവൻ്റെ അധ്വാനങ്ങളും അവൻ്റെ പ്രയത്നങ്ങളുമൊക്കെ വിഫലമാകുന്ന അവസ്ഥ നമ്മൾ കണ്ടുമുട്ടി. ദൈവത്തിൻ്റെ കയ്യിലേക്ക് പൂർണ്ണമായിട്ട് ജീവിതത്തെ സമർപ്പിക്കുവാനായിട്ട്, അവൻ്റെ രക്ഷാകര പദ്ധതിയിലേക്ക് ജീവിതത്തെ പൂർണ്ണമായിട്ട് വിട്ടുകൊടുക്കാനായിട്ട് ജീവിതത്തിൽ നമുക്ക് സാധിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്കും ദൈവം പുത്തൻ പ്രതീക്ഷകളും പുതിയ ദർശനങ്ങളും പുതിയ ജീവിതത്തിൻ്റെതായ മൂല്യങ്ങളുമൊക്കെ അവിടുന്ന് ശക്തമായിട്ട് പ്രദാനം ചെയ്യും. അതോടൊപ്പം തന്നെ ഈ ദിവസങ്ങളിലൊക്കെ ഞാനും പരിശുദ്ധ അമ്മയുടെ വണക്കമാസ പ്രാർത്ഥന എല്ലാ ദിവസവും രാത്രിയിലെ പ്രാർത്ഥനയ്ക്ക് ശേഷം എൻ്റെ മുറിയിലിരുന്ന് ചൊല്ലി പ്രാർത്ഥിക്കുകയും ധ്യാനിക്കുകയും ചെയ്യാറുണ്ട്. വലിയൊരാശ്വാസമാണ് പരിശുദ്ധ അമ്മ നൽകുന്നത്. പ്രിയമുള്ളവരെ, പരിശുദ്ധ അമ്മയുടെ ജീവിതത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് നമ്മുടെയും ജീവിതങ്ങൾ ധ്യാനിക്കാനല്ല, മറിച്ച് ജീവിക്കുവാനായിട്ട് ഈ കാലഘട്ടത്തിൽ നമുക്ക് സാധിക്കണം. ഒന്നാമതായിട്ട് പരിശുദ്ധ അമ്മയെ നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട്. ഗബ്രിയേൽ മാലാഖായുടെ അഭിവാദനം കേൾക്കുന്ന പരിശുദ്ധ അമ്മ, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിൽ ഭവിക്കട്ടെ എന്ന് പരിശുദ്ധ അമ്മ പറയുകയാണ്. പ്രിയമുള്ളവരെ, ഒന്നാമതായിട്ട് നമുക്കും പ്രാർത്ഥിക്കുവാനായിട്ട് സാധിക്കണം ഈ കാലഘട്ടത്തിൽ. ദൈവമേ, നിന്റെ ഇഷ്ടം എന്തോ അത് എൻ്റെ ജീവിതത്തിൽ സംജാതമാകട്ടെ. ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് എന്താണ് ദൈവം എന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നത് അത് എൻ്റെ ജീവിതത്തിൽ പൂർത്തിയാകാനായിട്ട്.
പൂർണ്ണമായിട്ട് ദൈവത്തിൻ്റെ കയ്യിലേക്ക് ജീവിതത്തെ ചേർത്ത് വയ്ക്കുക. പ്രിയമുള്ളവരെ, അത് വലിയൊരു ആശ്വാസമാണ് നമ്മുടെ ജീവിതത്തിന് നൽകുന്നത്. നമ്മുടെ പ്രതീക്ഷകളെല്ലാം മറിച്ച് സ്വയം ശൂന്യമാക്കിക്കൊണ്ട് തമ്പുരാന്റെ കയ്യിലേക്ക്, ഒരു ഒഴിഞ്ഞ പാത്രം പോലെ ദൈവത്തിൻ്റെ കയ്യിലേക്ക് ജീവിതത്തെ കൊടുക്കുക. തമ്പുരാൻ ജീവിതത്തിൽ പ്രവർത്തിക്കും. എൻ്റെ പദ്ധതികളേക്കാൾ ഉപരിയായിട്ട് അവൻ്റെ ഇഷ്ടം ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് മനുഷ്യൻ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നു. പക്ഷെ അന്തിമമായ തീരുമാനം ദൈവത്തിൻ്റെതാണ്. അപ്പോൾ ദൈവത്തിനാൽ നയിക്കപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് ജീവിതത്തെ ചേർത്ത് വയ്ക്കാനായിട്ട് ജീവിതത്തിൽ സാധിക്കണം. രണ്ടാമതായിട്ട് പരിശുദ്ധ അമ്മയെ നമ്മൾ കാണുന്നത് നസ്രത്തിലെ തിരുക്കുടുംബത്തിലാണ്. നസ്രത്തിലെ തിരുക്കുടുംബത്തിലെ പരിശുദ്ധ അമ്മയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ബാലനായ യേശുവിനെ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ എല്ലാ സഹനങ്ങളും ഏറ്റെടുത്തുകൊണ്ട് ദൈവിക പദ്ധതിക്ക് ചേർന്ന രീതിയിൽ ജീവിക്കുന്ന പരിശുദ്ധ അമ്മയെ നമ്മൾ കണ്ടുമുട്ടുകയാണ്. പ്രിയമുള്ളവരെ, അവിടെയും പരിശുദ്ധ അമ്മ പ്രത്യേകിച്ച് മാതാപിതാക്കൾക്ക് ഈ കാലഘട്ടത്തിൽ വലിയൊരു വെല്ലുവിളിയുടെ ശബ്ദമായിട്ട് മാറുകയാണ്. നമുക്കറിയാം, ദേവാലയങ്ങളിൽ പോയി പരിശുദ്ധ ബലിയിൽ, വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുവാനോ അല്ലെങ്കിൽ ദിവ്യകാരുണ്യ ആരാധനയിൽ പങ്കെടുക്കുവാനോ ധ്യാനങ്ങൾക്ക് പോകുവാനോ അല്ലെങ്കിൽ ഞായറാഴ്ച കാറ്റഗിസത്തിന് പോലും പോകുവാനായിട്ട് സാധിക്കാത്ത അവസ്ഥയാണ്. പക്ഷെ ഇവിടെയൊക്കെയാണെങ്കിലും മാതാപിതാക്കൾ ആ ഒരു വലിയ ദൗത്യത്തെ ഏറ്റെടുക്കുവാനായിട്ട് ഈ സമയത്ത് തയ്യാറാകണം. ഞായറാഴ്ച കാറ്റഗിസത്തിന് പോയില്ലെങ്കിലും ആ പാഠപുസ്തകത്തിൻ്റെ പാഠങ്ങളൊക്കെ കുഞ്ഞുങ്ങളെ അടുത്തിരുത്തി ഒന്ന് പഠിപ്പിക്കുവാനായിട്ട്, പ്രാർത്ഥനകൾ കരം കുപ്പിപ്പിടിച്ച് ചൊല്ലിക്കുവാനായിട്ട് സാധിക്കണം. അതോടൊപ്പം തന്നെ പ്രാർത്ഥനകൾ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുവാനായിട്ട് സാധിക്കണം. ഞാൻ കഴിഞ്ഞ ദിവസം ഒരാൾ എന്നെ വിളിച്ച് പറഞ്ഞു, അച്ഛാ, ഞാൻ ആദ്യ കുർബാന സ്വീകരണത്തിന് വേണ്ടിയിട്ട് എൻ്റെ കുഞ്ഞിനെ ഒരുക്കുകയാണ്. അവർ പറയുകയാണ്, 10 വയസ്സായ മകനാ, വിദേശ രാജ്യത്താണ്. ആ കുഞ്ഞിനെ ഒരുക്കുന്ന പ്രിയമുള്ളവർ, എനിക്ക് വലിയ സന്തോഷം തോന്നി. കാരണം എന്താണെന്ന് വെച്ചാൽ അപ്പനും അമ്മയും ഒന്ന് ചേർന്നിരുന്ന ഈ പ്രാർത്ഥനകളും നമസ്കാരവും ഒക്കെ കുഞ്ഞിനെ പഠിപ്പിക്കുകയാണ്. എന്നോട് അപ്പം പറഞ്ഞൊരു കാര്യമുണ്ട്, അച്ഛാ, ചിലതൊക്കെ ഞാൻ പോലും മറന്നുപോയതും ഞാൻ പഠിക്കാത്തതും ഇപ്പം ഞാൻ പഠിക്കുകയാണ്. വലിയൊരു ആശ്വാസമാണെന്ന് പറയുക എന്നോട്. ഒരുമിച്ചിരുന്ന് കുഞ്ഞിനോട് ഒപ്പമിരുന്ന് പഠിക്കുവാനും പ്രാർത്ഥിക്കുവാനും ഒക്കെ ആയിട്ട് സാധിച്ചപ്പം ആ വ്യക്തിയോട് പറയുക, പക്ഷേ എൻ്റെ ജീവിതത്തിൽ വലിയൊരു മാറ്റം അനുഭവിക്കുവാനായിട്ട് എനിക്ക് തന്നെ സാധിക്കുകയാണ്. ഇപ്പോൾ വചനം പഠിക്കുന്നത് ഞാനും മക്കളും ജീവിത പങ്കാളിയും ഒന്ന് ചേർന്നാണ് പഠിക്കുന്നത്. എൻ്റെ കുഞ്ഞിനെ പഠിപ്പിക്കുവാനായിട്ട്, എനിക്ക് പ്രാർത്ഥിക്കുവാനായിട്ട്, എനിക്ക് തമ്പുരാനോട് കുറെ കൂടി ഒന്ന് അടുക്കുവാനായിട്ട് ഇതെനിക്ക് വലിയൊരു ശക്തിയായിട്ട് തീർന്നു. പ്രിയമുള്ളവരെ, നമ്മുടെയും ജീവിതത്തിൽ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം. ഇപ്രകാരത്തിൽ ആഴമായിട്ട് നമ്മുടെയൊക്കെ കൂടെയുള്ളവരെ തമ്പുരാനിലേക്ക് അടുപ്പിക്കുവാനായിട്ട് ജീവിതത്തിൽ സാധിക്കണം. തമ്പുരാനിലേക്ക് അടുപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ദൈവസ്നേഹത്താൽ ഞാൻ നിറയപ്പെടുകയാണ്. ദൈവസ്നേഹത്താൽ ഞാൻ നിറയപ്പെട്ട് കഴിയുമ്പം ആ സ്നേഹം എന്നിൽ നിന്ന് കര കവിഞ്ഞ് അപരൻ്റെ ജീവിതത്തിലേക്ക് ഒഴുകുകയും അപരൻ്റെ ജീവിതത്തിന് അനുഗ്രഹമാവുകയും ചെയ്യുക. അതുതന്നെയല്ലേ ഈശോ വചനത്തിലൂടെ നമ്മോട് പറയുന്നത്, ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവനുണ്ടാകുവാനും അത് സമൃദ്ധമായിട്ട് ഉണ്ടാകുവാനുമാണ്. വീണ്ടും വചനത്തിലൂടെ ഈശോനാഥൻ പറയുകയാണ്, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാകുന്നു, എന്നെ അനുഗമിക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കുകയില്ല. വീണ്ടും തിരുവചനത്തിലേക്ക് നോക്കിക്കേ, ഈശോ നമ്മെ ഓരോരുത്തരെയും ഈ വലിയ പ്രേക്ഷിത ദൗത്യത്തെ ഭരമേൽപ്പിക്കുകയാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം പ്രിയമുള്ളവരെ, എത്രമാത്രം നമ്മുടെയൊക്കെ വിശ്വാസ ജീവിതത്തിൽ ആഴപ്പെട്ടുകൊണ്ട് അപരൻ്റെ ജീവിതത്തിലേക്ക് ഒരു പ്രകാശമാകുവാനായിട്ട് സാധിക്കുന്നു. വലിയ ദീപസ്തംഭങ്ങളൊന്നും ആയില്ലെങ്കിലും നമ്മളൊക്കെ ആയിരിക്കുന്ന കുടുംബത്തിൻ്റെ 4 ചുവരുകൾക്ക് ഉള്ളിൽ, നമ്മളൊക്കെ ആയിരിക്കുന്ന സന്യാസ ഭവനത്തിൻ്റെ 4 ചുവരുകൾക്ക് ഉള്ളിൽ, നമ്മളൊക്കെ ആയിരിക്കുന്ന ദേവാലയത്തിൻ്റെ 4 ചുവരുകൾക്കുള്ളിൽ ഒരു ചെറുതിരി നാളമാകുവാൻ, ഈ കത്തുന്നൊരു മെഴുകുതിരിയായിട്ട് മാറാനായിട്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സാധിക്കണം.
കഴിഞ്ഞ ദിവസം ഒരു വൈദികൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛാ എനിക്കും എൻ്റെ ഇടവക ജനത്തിനും വേണ്ടിയിട്ട് അച്ഛൻ പ്രാർത്ഥിക്കണം. വളരെയേറെ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നത്. കാരണം എന്നാന്ന് വെച്ചാൽ ദേവാലയത്തിൽ ആർക്കും വരാൻ സാധിക്കുന്നില്ല. മഴവെള്ള കെടുതി ഭയങ്കര കാര്യമായിട്ട് ബാധിച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ രോഗത്തിൻ്റെ അവസ്ഥയും പടർന്നു പിടിക്കുകയാണ്. അച്ഛനോട് പറയുകയാണ്, അച്ഛാ ഞാൻ എല്ലാ ദിവസവും രാവിലെ 6 മണി തൊട്ട് വൈകുന്നേരം 6 മണി വരെ ദിവ്യകാരുണ്യം എഴുന്നള്ളിച്ച് വെച്ച് എൻ്റെ ഇടവകയിലെ ഓരോ കുടുംബത്തിനും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയാണ്. അച്ഛനും പ്രാർത്ഥിക്കണം. പ്രിയമുള്ളവരെ, എന്നെ സംബന്ധിച്ച് അത് വലിയൊരു ദൈവാനുഭവത്തിൻ്റെ വാക്കുകളായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ന് നിരവധിയായ വൈദികര്, സന്യസ്തര് തങ്ങളായിരിക്കുന്ന സന്യാസ ഭവനങ്ങളിൽ, തങ്ങളായിരിക്കുന്ന ദേവാലയങ്ങളിൽ തീക്ഷ്ണമായിട്ട് ദൈവജനത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയാണ്. വലിയൊരു നവീകരണവും ഇതിലൂടെ സംഭവിക്കുകയാണ്. ഉള്ളുരുകി തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിക്കുക. ഒത്തിരി കുടുംബങ്ങളിലും ഈ തീക്ഷ്ണമായ പ്രാർത്ഥനയാൽ നിറയപ്പെടുന്നുണ്ട്. പ്രിയമുള്ളവരെ, പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ നമ്മുടെയൊക്കെ കുടുംബങ്ങളിലും ഈ ഒരു തീക്ഷ്ണമായ പ്രാർത്ഥനയാൽ നിറയപ്പെട്ടിട്ടില്ല എന്നല്ല അച്ഛൻ പറയുന്നത്. കുറേയും കൂടി ഒന്ന് ശക്തിപ്പെടുവാനായിട്ട്, കുറേയും കൂടി ആത്മാവിനാൽ ജ്വലിക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധ്യമാവുക. മൂന്നാമതായിട്ട് പരിശുദ്ധ അമ്മയെ നമ്മൾ കണ്ടുമുട്ടുകയാണ്. കുരിശിൻ്റെ വഴിയിൽ കണ്ടുമുട്ടുന്ന പരിശുദ്ധ അമ്മ. ജീവിതത്തിൻ്റെ സഹനങ്ങൾ തൻ്റെ നെഞ്ചോട് ചേർത്ത് വെച്ചുകൊണ്ട് നിൽക്കുന്ന പരിശുദ്ധ അമ്മ. നമ്മുടെ ജീവിതത്തിലും പ്രിയമുള്ളവരെ, പല വിധത്തിലുള്ള സഹനങ്ങളുടെ, വേദനകളുടെ നടുവിലൂടെയാണ് കടന്നു പോകുന്നത്. ചിലരുണ്ട് പ്രിയപ്പെട്ടവരുടെ മാതാപിതാക്കളുടെ വേർപാടിൻ്റെ ദുഃഖങ്ങൾ, സഹോദരന്മാരുടെ, ജീവിത പങ്കാളിയുടെ, മക്കളുടെ വേർപാടിൻ്റെ ദുഃഖങ്ങൾ, ഒറ്റപ്പെടലിൻ്റെ വേദന അനുഭവിക്കുന്നവർ, സാമ്പത്തികമായ പ്രതിസന്ധിയുടെ വേദന അനുഭവിക്കുന്നവർ, തകർച്ചയുടെയും തളർച്ചയുടെയും വേദന അനുഭവിക്കുന്ന മക്കളുണ്ട്. പ്രിയമുള്ളവരെ, ഈ ഒരു വേദനയുടെ നിമിഷം ഒരു കുരിശിൻ്റെ യാത്ര നമുക്കും സാധ്യമാകണം. എപ്രകാരം? ഈ സഹനത്തിന് അപ്പുറം ദൈവം എനിക്കൊരുക്കി വെച്ചിരിക്കുന്ന ഒരു സൗഭാഗ്യത്തിൻ്റെ അവസ്ഥയുണ്ട്. ഈ സഹനത്തിന് അപ്പുറം ഒരു ദാനത്തിൻ്റെ അനുഭവത്തിലേക്ക് എൻ്റെ ദൈവം എന്നെ നയിക്കുമെന്നുള്ള ഉറച്ച ഒരു വിശ്വാസത്തോടു കൂടെ തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ജീവിതത്തെ മുൻപോട്ട് നയിക്കാനായിട്ട് സാധിക്കണം. സഹനങ്ങൾ, വേദനകളിൽ കരയരുതെന്ന് അച്ഛൻ പറയില്ല. കരയാതിരിക്കാനായിട്ട് ആർക്കും സാധിക്കില്ല. പക്ഷേ നിൻ്റെ കണ്ണീർ കണങ്ങൾ ദൈവ തിരുസന്നതിയിൽ ഒരു പ്രാർത്ഥനയായിട്ട് സമർപ്പിക്കുവാനായിട്ട് സാധിക്കണം. നിൻ്റെ കണ്ണീർ കണങ്ങൾ ദൈവ തിരുസന്നതിയിൽ ഒരു തീക്ഷ്ണതയുടെ പ്രാർത്ഥനയായിട്ട് സമർപ്പിക്കുമ്പോൾ പ്രിയമുള്ളവരെ, ആ പ്രാർത്ഥനയ്ക്ക് ദൈവം വലിയ ഉത്തരങ്ങളും വ്യക്തതയുടെ ഉത്തരങ്ങളും ജീവിതത്തിലേക്ക് നൽകും. നമ്മുടെയൊക്കെ ജീവിതങ്ങളെ പൂർണ്ണമായിട്ട് തമ്പുരാൻ്റെ കയ്യിലേക്ക് നമുക്ക് സമർപ്പിച്ചു കൊടുക്കാം. ഒരു നിമിഷം കരങ്ങൾ കുപ്പി തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിക്കാം. വല്ല പ്രത്യേകമായിട്ട് വേദന അനുഭവിക്കുന്ന ഓരോ മക്കളെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. സഹനത്തിലൂടെ കടന്നു പോകുന്നവരുണ്ട്, തളർച്ചയിലൂടെയും തകർച്ചയിലൂടെയും കടന്നു പോകുന്നവരുണ്ട്, ഒറ്റപ്പെടലുകൾ അനുഭവിക്കുന്നവരുണ്ട്, ജീവിതത്തിൽ ഇനി എങ്ങനെ എന്ന് ചിന്തിച്ചു നിൽക്കുന്നവരുണ്ട്, ജീവിതത്തിൻ്റെ ഇതുവരെ നേടിയതൊക്കെ വ്യർത്ഥമായി പോയല്ലോ എന്ന് പോലും ചിന്തിക്കുന്നവരുണ്ട്. പ്രിയമുള്ളവരെ, ഏതൊരു കുഴിയിൽ നിന്നും ഏതൊരു തകർച്ചയിൽ നിന്നും നിന്നെ കൈപിടിച്ച് ഉയർത്താനായിട്ട് കഴിവുള്ള നിൻ്റെ ദൈവത്തിൻ്റെ കയ്യിലേക്ക് പൂർണ്ണമായിട്ട് ജീവിതത്തെ കൊടുക്കട്ടെ. ദൈവ പരിപാലനയിൽ ആശ്രയിച്ചുകൊണ്ട് തമ്പുരാൻ്റെ കൃപയുടെ നിറവ് ജീവിതത്തിലുണ്ടാകാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് എല്ലാ മക്കളിലേക്കും ദൈവമേ നിൻ്റെ കൃപ ഒഴുക്കണമേ എന്ന് തീക്ഷണമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ ദിവ്യബലി തുടരാം. ദൈവം നമ്മെ ഓരോരുത്തരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഉത്സാഹത്തോടും കൂടെ കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. കാരുണ്യവാനായ പിതാവേ, ആശ്വാസദായകനായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. ഞങ്ങളുടെ രക്ഷകനും പരിപാലകനും സകലത്തിൻ്റെയും ദാതാവുമായ
അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. സമസ്ത ലോകത്തിന്റെയും സകലസഭകളുടെയും സമാധാനത്തിനും ഐക്യത്തിനും നിലനിൽപ്പിനും വേണ്ടി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. ഞങ്ങളുടെ രാജ്യത്തിന്റെ മറ്റെല്ലാ രാജ്യങ്ങൾക്കും അവയിൽ വസിക്കുന്ന വിശ്വാസികൾക്കും വേണ്ടി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. അനുകൂലമായ കാലാവസ്ഥയ്ക്കും സമൃദ്ധമായ വിളകൾക്കും സുഭിക്ഷമായ മത്സരത്തിനും ലോകം മുഴുവന്റെയും ഐശ്വര്യത്തിനു വേണ്ടി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. മിശിഹായുടെ സമൂഹത്തിന്റെ തലവനായ ഞങ്ങളുടെ പരിശുദ്ധ പിതാവുമാർ ഫ്രാൻസിസ് പാപ്പായുടെയും ഞങ്ങളുടെ സഭാധ്യക്ഷനും പിതാവുമായ മാർ ജോർജ് മെത്രാപ്പൊലീത്തായുടെയും ജോസഫ് മെത്രാന്റെയും അവരുടെ സഹസ്രൂഷകളുടെയും ക്ഷേമത്തിനു വേണ്ടി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. സമാധാനത്തിനും അനുഗ്രഹത്തിനെയും മാലാഖയിക്കണമെന്ന് വിനയപൂർവ്വം ഞങ്ങൾ യാചിക്കുന്നു. കർത്താവേ അങ്ങയോട് ഞങ്ങൾ യാചിക്കുന്നു. നമുക്കെല്ലാവർക്കും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവേ, ബലവാനായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ വിനയപുരം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപാവരം ഞങ്ങളിൽ വർഷിക്കണമേ. അങ്ങയുടെ ദാനങ്ങൾ ഞങ്ങളുടെ കരങ്ങൾ വർഷിക്കണമേ. അങ്ങയുടെ കൃപയും അനുഗ്രഹവും കാരുണ്യരകത്ത തിരഞ്ഞെടുത്ത അങ്ങയുടെ അച്ചകണമായി ജനം മുഴുവൻ്റെയും കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. കർത്താവെ ആശ്രദിക്കണമേൻ. സഹോദരൻ നിങ്ങൾ കയ്പിനെ തലകുനിക്കുകയും ആശീർവാദം സ്വീകരിക്കുകയും ചെയ്യുവിൻ. കർത്താവേ, ശക്തനായ ദൈവമേ, അങ്ങയുടെ അഭിഷിക്തന് കഠിനമായ പീഡ അനുഭവിച്ച് വീണ്ടെടുത്ത അജഗണമായ പരിസ്ഥ കത്തോലിക്കാ സഭ അങ്ങയുടേതാകുന്നു. ദൈവസ്വഭാവത്തിൽ അംഗമായി ഒന്നായിരുന്ന പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്താൽ യഥാർത്ഥ പൗരോഹിത്യത്തിന്റെ പദവികൾ കൈവപ്പൊഴി നൽകപ്പെടുന്നു. വിശ്വാസികൾക്ക് ആത്മീയ ശുശ്രൂഷ ചെയ്യുന്നതിന് പരിശുദ്ധമായ സഭാശരീരത്തിലെ സവിശേഷ അംഗങ്ങളാകുവാൻ നിസ്സാരം ബലഹീനമായി ഞങ്ങളെ അങ്ങ് കാരുണ്യരകത്ത യോഗ്യരാക്കി. കർത്താവ്, അങ്ങയുടെ കൃപാവരം ഞങ്ങൾ നിറയ്ക്കുകയും അങ്ങയുടെ ദാനങ്ങൾ ഞങ്ങളുടെ കരങ്ങൾ വഴി വർഷിക്കുകയും ചെയ്യണമേ. അങ്ങയുടെ കാരുണ്യം അനുഗ്രഹവും ഞങ്ങളുടെ അങ്ങ് തിരഞ്ഞെടുത്ത ഈ ജനത്തിൻ്റെ മേലുണ്ടാകുമാറാകട്ടെ. കരുണാനിധിയായ ദൈവമേ, ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് അങ്ങയെ ഞങ്ങളുമായി രമ്യതപ്പെടുന്ന നീതിയുടെ പ്രവർത്തികളാൽ ജീവിതകാലം മുഴുവനും അങ്ങയെ യഥോചിതം പ്രീതിപ്പെടുത്തുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. മാമോദീസ സ്വീകരിക്കുകയും ജീവന്റെ ഇടത്തിൽ മുദ്രിതരാകുകയും ചെയ്തവർ ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ വിശുദ്ധ രഹസ്യങ്ങളിൽ പങ്കുകൊള്ളട്ടെ. കർത്താവിൽ ഞാൻ ദൃഢമായി ശരണപ്പെട്ടു. കർത്താവിൻ തിരുമേനിടവുമിതാ പാവന ബലിപീഠേ സ്നേഹഭയങ്ങളോടണയുക നാം അഖിലരുമൊന്നായി സന്നിധിയിൽ വാനവനിരയോടു ചേർന്നേവം പാടാം. ദൈവം പരിശുദ്ധൻ പരിശുദ്ധൻ നിത്യം പരിശുദ്ധൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ദൈവമാതാവായ കന്യകാമറിയത്തിൻ്റെയും നീതിമാനായ മാർ യോസേപ്പിൻ്റെയും സ്മരണ വിശുദ്ധ ബലിപീഠത്തിലുണ്ടാകട്ടെ. ആദിമുതൽ എന്നേക്കും ആമേൻ. ദൈവപുത്രന്റെ സ്നേഹന്മാരെ, ഏകജാതിന്റെ സ്നേഹിതരെ, ലോകത്തിൽ സമാധാനമുണ്ടാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ദൈവജനമെല്ലാം ആമേൻ ആമേൻ ഉദ്ഘോഷിക്കട്ടെ. വിജയം വരിച്ച നീതിമാന്മാരുടെയും കടുംചൂട് രക്തസാക്ഷികളുടെയും സ്മരണയോടുകൂടെ നമ്മുടെ പിതാവായ മാർ തോമാസ് ശ്ലീഹായുടെ ഓർമ്മ വിശുദ്ധ ബലിപീഠത്തിലുണ്ടാകട്ടെ. ബലവാനായ കർത്താവ് നമ്മോടുകൂടെ, നമ്മുടെ രാജാവ് നമ്മോടുകൂടെ, നമ്മുടെ ദൈവം നമ്മോടുകൂടെ.
യാക്കോബിന്റെ ദൈവം നമ്മുടെ സഹായം. ചെറിയവരും വലിയവരും നിന്റെ സുദീർഘമായ ഉത്ഥാനം വഴി നീ മഹത്വത്തോടെ ഏർപ്പിക്കുന്ന പ്രതീക്ഷയിൽ മരിച്ചവരെല്ലാവരും നിദ്ര ചെയ്യുന്നു. അവിടുത്തെ സന്നിധിയിൽ നിങ്ങളുടെ ഹൃദയങ്ങൾ തുറക്കുവിൻ. ഉപവാസവും പ്രാർത്ഥനയും അനുതാപവും വഴി മിശിഹായ അവിടുത്തെ പിതാവിനെയും പരിശുദ്ധാത്മാവിനെയും നമുക്ക് പ്രസാദിപ്പിക്കാം. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിന്റെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടികൾക്ക് മുമ്പുള്ള ആദ്യാജനം, യുഗങ്ങൾക്കെല്ലാം മുൻപ് പിതാവിൽ ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും പിതാവിനോടുകൂടെ ഏകസത്യവുമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്കും വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ലീവായിൽ തറയ്ക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്നും പുത്രനും പുറപ്പെടുന്ന സത്യാത്മാവും ജീവിതാത്മാവുമായ ഏകപരിശുദ്ധാത്മാവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും ശ്ലൈഹികവും സാർവത്രികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിന്റെ ഏകമാമോദീസായും ശരീരത്തിന്റെ ഉയർപ്പും നിത്യായുസ്സും ഞങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമേൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ സ്തുതികൾ ആലപിക്കുവാൻ നിന്നെ ശക്തനാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പാത്രിയർക്കീസുമാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷകൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രിപുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെ ഓർമ്മയാചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടു പോയ എല്ലാവരെയും അനുസ്മരിക്കുവിൻ. മിശിഹായുടെ കൃപയാൽ ഈ ബലി നമ്മുടെ സഹായത്തിനും രക്ഷയ്ക്കും സ്വർഗരാജ്യത്തിൽ നിത്യജീവനും കാരണമാകട്ടെ. കർത്താവേ, ആശീർവദിക്കണമേ. എന്റെ സഹോദരനെ കുർബാനയുടെ കരങ്ങൾ പൂർത്തിയാക്കുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ അഭീഷ്ടം നിറവേറ്റുവാൻ നമ്മെ ശക്തരാക്കട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാകുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിസമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരരക്തങ്ങൾ ആദിവരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ട് ഞങ്ങളെയും കാരുണ്യത്തായി യോഗ്യരാക്കി. അങ്ങ് നൽകിയ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തെ പരികർമ്മം ചെയ്യുവാൻ നല്ല ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തെ നിങ്ങൾ സമാധാനം ആശംസിക്കുവിൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിനെ നിന്ന് പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ച് വീക്ഷിക്കുവിൻ. ഭക്തിജനകമായ രഹസ്യങ്ങൾ കൂദാശ ചെയ്യപ്പെടുന്നു. പുരോഹിതന്റെ മധ്യസ്ഥം വഴി സമാധാനം സമൃദ്ധമാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. അതരങ്ങൾ സ്തുതിയും എല്ലാ നാവുകളിൽ നിൽക്കുന്നത് എല്ലാ സൃഷ്ടിക്കുന്ന പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്ന് അല്ലെങ്കിൽ ലോകത്തെയും മുതൽ സകലത്തെയും കരുണ സൃഷ്ടിക്കും മനുഷ്യ വംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസിരായിരങ്ങളും മാലാഹമയുടെ 10,000 മഹോന്നതങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അരുവികളുമായ സ്വർഗീയസ്ഥങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരുവികളുമായ കൃപയന്മാരുടെ സഭയന്മാരും ചേർന്ന് നാഥനങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഒന്നായുച്ചസ്വരത്തിലവർ തിരുസന്നിധിയിൽ അനവരതം സ്തുതിഗീതങ്ങൾ
പാടുന്നു, സ്തുതിഗീതങ്ങൾ പാടുന്നു. ദൈവം നിത്യമഹത്വത്തിൻ കർത്താവെന്നും പരിശുദ്ധൻ, ബലവാനീശൻ പരിശുദ്ധൻ, മണ്ണും വിണ്ണും നിറയുന്നു. മന്നവനവനുടെ മഹിമകളാൽ ഉന്നത വീതിയിലോശാന, ദാവീദിൻ സുതരോശാന. കർത്താവിൻ തിരുനാമത്തിൽ വന്നവനും യുഗരാജാവായി വീണ്ടും വരുവോനും ധന്യൻ. ഉന്നത വീതിയിലോശാന, ഓശാന. കർത്താവായ ദൈവമേ, സ്വർഗീയഗണങ്ങളോടുകൂടി അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയിൽ മറഞ്ഞിരിക്കുന്ന ആത്മസാധനമങ്ങളുടെ സദൃശ പ്രകാശവും അങ്ങയുടെ സ്ഥിരപ്രതീക്ഷായും വചനമാക ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയുടെ സമാധാനം നിലനിർത്തേണ്ട കാര്യം പരിഗണിക്കാതെ അവിടെ തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് വിവേകവും ബുദ്ധിയുമുള്ള അമർത്യമായ ആത്മാവോടും അമർത്യമായ ശരീരത്തോടും കൂടെ പരിപൂർണ മനുഷ്യനായ സ്ത്രീ നിജാതനായി നിയമത്തിന് അധീനന്റെ വിരുദ്ധരിക്കുക നിയമത വിധേയനാവുകയും ഞങ്ങളുടെ അക്ഷരസ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധനായ പിതാവ് അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയും എടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാനീ ചെയ്തത് നിങ്ങളെൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യും. കർത്താവ് നിങ്ങളുടെ കൽപ്പിച്ചതുപോലെ ഇളയവരും ബലഹീനമാകുലുമായി ദാസർ നിരന്തരത്തിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. നന്ദി പ്രകാശിപ്പിക്കാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. ഇതിൻ്റെ ദൈവിക ജീവനുകളെ പങ്കുകാരാക്കുന്ന സ്വഭാവം സ്വീകരിക്കുകയും അത് പതിച്ചുകൊണ്ട് സമുദ്രിക്കും നിരാങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായ ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ചുള്ള ബുദ്ധിക്ക് പ്രകാശന ശുദ്ധരുടെ പരാശരാക്കി ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതി എന്നിൻ്റെ സമർത്ഥമായ അനുഗ്രഹത്തെ മഹത്വം അണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവാൻ സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, ശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ റോമായിലെ ഫ്രാൻസിസ് മാർപ്പാപ്പായ്ക്ക് വേണ്ടിയും
ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മാർ ഗീവർഗീസ് മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ അതിരൂപാധ്യക്ഷനായ ജോസഫ് മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടി തോമസ് മെത്രാന് വേണ്ടിയും വിശുദ്ധ കത്തോലിക്കാ സഭ മുഴുവന് വേണ്ടിയും പുരോഹിതന്മാർ, സമർപ്പിതരൽമായ പ്രേക്ഷിതർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ എന്നിവർക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്നേഹന്മാരുടെയും രക്തസാക്ഷികളുടെയും അന്തകരുടെയും ബഹുമാനത്തിനു വേണ്ടിയും അങ്ങയുടെ സന്നദ്ധയിൽ പ്രതിഷ്ഠമാവിധം വർദ്ധിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേറെ പിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്ക് വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപരം കാത്തിരിക്കുന്ന ഈ ജനത്തിന് വേണ്ടി ഒരു വ്യത്യസ്തങ്ങളായ നിയോഗങ്ങൾക്ക് വേണ്ടിയും ആർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടിരിക്കുന്നുവോ, ആരെല്ലാം ഞങ്ങളുടെ പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിരിക്കുന്നുവോ അവർക്ക് ഓരോരുത്തർക്ക് വേണ്ടിയും വല്ല പ്രത്യേകമായിട്ട് രോഗം മൂലം വേദനിക്കുന്നവർക്ക് വേണ്ടിയിട്ട്, ആശുപത്രികളിൽ ICUവിലുമൊക്കെ ആയിരിക്കുന്നവർക്ക് വേണ്ടിയിട്ട്, രോഗം മൂലം ആശുപത്രികളിലും ICUവിലുമൊക്കെ ആയിരിക്കുന്ന വൈദികരെ ഓർത്ത് ഈ നിമിഷം പ്രാർത്ഥിക്കുന്നു. സിസ്റ്റേഴ്സിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. മാതാപിതാക്കന്മാർ, ജീവിത പങ്കാളി, സഹോദരി സഹോദരന്മാർ, ബന്ധുമിത്രാദികൾ, അതോടൊപ്പം തന്നെ യുദ്ധവും ഭീകരാക്രമണവും മൂലം വേദനിക്കുന്ന മക്കളെ ഈ നിമിഷം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരുടെ വേർപാടിൽ ദുഃഖിതരായിരിക്കുന്നവർ, അയോഗ്യനായ എനിക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നമ്മൾ വിശുദ്ധമായ ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷിക്തൻ്റെ ശരീരത്തിൽ അർപ്പിക്കപ്പെടുന്നു. ഈ ഓർമ്മയാചരണ ദൈവമാതാകൻ്റെ കാമറിയതിലെയും അങ്ങയുടെ ദുരസ്ഥ സമൃദ്ധികണ നീതിമാന്മാരും വിശുദ്ധ പിതാക്കന്മാരുടെയും പാവനസ്മരണ അങ്ങയുടെ വർണ്ണനയും സമർത്ഥമായ കൃപയാസം ശാന്തമാക്കണമേ. ജീവിതകാലം മുഴുവൻ ശാന്തിയും സമാധാനം ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവം. ഞങ്ങളുടെ പ്രിയപുത്രനായ ഈശോമിശിഹായെ ചെന്ന് ഭൂവാസം എല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവവും മിശിഹാവും ജീവിതായും സുവിശേഷം വഴി പ്രവാചകന്മാർ, സ്നേഹന്മാർ, രക്തസാക്ഷി വന്ദകന്മാർ, വേദപാരംഗിതന്മാർ, മെത്രാമാർ, പുരോഹിതന്മാർ, ശുശ്രൂഷ എന്നിവർക്കും വിശുദ്ധ മാമോദീസയുടെ സജീവവും ജീവിതായുടെ തമുദ്രിതരും പരിസ്ഥിതിയിലേക്ക് സഭയുടെ സന്താനങ്ങളും എല്ലാവർക്കും ആവശ്യമായ നടപടിത്തിനും വിശുദ്ധരും മാർഗം വേഷുന്ന എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവെ, എളിയവരും ബലഹീനം ക്ലേശമായി ദാസ്രംഗം നൽകി മാതൃം രാതമായി സ്വീകരിച്ച് അങ്ങ് നാം തിരുമേശയുടെ ഇപ്പോൾ തിരച്ചു നിൽക്കുന്നു. ഞങ്ങളുടെ നാദരക്ഷകനുമായ ഈശ്വമിശിക പിടാനുഭവത്തിൻ്റെ മരണത്തിനും സംസ്കാരത്തിനും ഉദ്ധാനത്തിനും മഹനീയ ഭവിച്ചനക്കും പരിശുദ്ധവും ജീവിതായ ദൈവകുമാരകസത്തെ സന്തോഷങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിശബ്ദരായ ആദരപൂർവ്വം പ്രാർത്ഥിക്കുവാൻ സമാധാനം നമ്മോട് കൂടെ. നിന്റെ ദാസരുടെ കുർബാനയിൽ ഇവിടുന്ന് ആവശ്യത്തിനെ ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾ കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരീശ്വരേർപ്പിലെ പ്രത്യാശിക്കുന്നതിനെ പ്രീതിപ്പെടുത്തിയ ലാഭം ഒന്നിച്ച് സ്വർഗരാജ്ഞവുമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടി അങ്ങനെ മകനും രക്ഷാപത്തെക്കുറിച്ച് അങ്ങ് ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷേകത്തിൻ്റെ അമൂല്യമായ രക്ഷയ്ക്കപ്പെട്ട സഭയെ സന്തോഷത്തിനും പ്രത്യാശയോടെ ഞങ്ങൾ അംഗീകൃതത അർപ്പിക്കുകയും ചെയ്യുന്നു. സജീവവും പരിശുദ്ധവും ജീവിതായകം അങ്ങയുടെ നാമത്തിനും സ്തുതിയും ബഹുമാനവും കൃതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്വർഗവാസികളുടെ സമാധാന ഭൂവാസികളുടെ പ്രത്യാശയമായ മിശിഹായി ലോകത്തിൻ്റെ നാനാഭാഗങ്ങളും വിശേഷ പരിസ്ഥിതി കത്തോലിക്കാ സഭയിൽ നിന്റെ ശാന്തിയും സമാധാനം പുലർത്തണമേ. സഭയും രാഷ്ട്രത്തെ ഐക്യത്തെ സംരക്ഷിക്കണമേ. യുദ്ധങ്ങൾ ഒഴിവാക്കണമേ.
യുദ്ധപ്രിയരായ ഭിന്നിശം തലച്ചിദ്രയിക്കണമേ. വിനയത്തിന് ദൈവത്തിന് സമാധാനപ്രദ ശാന്തമായി ചെയ്യുന്നതൊക്കെ ഞങ്ങൾക്കിടയാകട്ടെ. ഞങ്ങൾക്കല്ല കർത്താവ്, ഞങ്ങൾക്കല്ല നിന്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരുണ്യാതിരനുസൃതമായി എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. കർത്താവായ ദൈവങ്ങളെ യോഗ്യരാകുന്നു, നിങ്ങൾ തീർത്തും അയോഗ്യരാക്കുന്നു. എങ്കിലും സ്തുതിയും പരിശുദ്ധവും ചെവിതായും ദൈവികമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധന എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവം ചെവിതായികമയപ്പും സ്വർഗത്തിൽ നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുതാ പാപമോചന രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പമാകുന്നു. രക്ഷകനീശോദൻ ശിഷ്യരെ അറിയിച്ച ദിവ്യരഹസ്യമിതാ, സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകിടുമപ്പം ഞാൻ, സ്നേഹമോടെന്നെ കൈക്കൊള്ളുവോ എന്നിൽ നിത്യം ജീവിക്കും. നേടുമവൻ സ്വർഗം നിശ്ചയമാ. നമ്മുടെ കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസം നമ്മെല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരരക്തങ്ങളുടെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തി ആദരങ്ങളോടെ സമീപിക്കാം. അനുതാപത്തിലുള്ള വന്ന ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദരങ്ങൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സ്ഥലത്തിൻ്റെയും നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ഭിന്നതകളും കലഹങ്ങളും വെടിഞ്ഞ് നമ്മുടെ മനസാക്ഷിയെ ശുദ്ധീകരിക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ശത്രുതയിലും വിദ്വേഷത്തിൽ നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പവിത്രീകരിക്കപ്പെടുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. യോജിപ്പോടും ഐക്യത്തോടും കൂടെ ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവ്, ഇവ ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉയർപ്പിനും ആത്മാക്കളെ രക്ഷിക്കും കാരണമാകട്ടെ, നിത്യജീവനും കാരണമാകട്ടെ. എന്നേക്കും ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും കാരണപുറം ക്ഷമിക്കണമേ. മഹോന്നത ദൈവമായ അങ്ങേ സകലത്തെ സകല വിസ്തരവും ഒന്ന് സ്തുതിക്കാൻ അതിലുള്ള പൗത്രീകരിക്കുകയും ചെയ്യണമേ. കർത്താവേ, ഞങ്ങളുടെ ഇടയിൽ നിന്റെ സമാധാനവും ഹൃദയങ്ങളിൽ ശാന്തിയും പുലർത്തണമേ. ഞങ്ങളുടെ നാവുകൾ നിന്റെ സത്യം പ്രഘോഷിക്കട്ടെ. ഞങ്ങളുടെ വചനങ്ങളെ ഞങ്ങൾ പുതിയ വീണകളാക്കുകയും ജ്വലിക്കുന്ന അതിരങ്ങൾ കൊണ്ട് ഞങ്ങൾ സ്തോത്രം ആലപിക്കുകയും ചെയ്യുമ്പോൾ നിന്റെ കുരിശുകൾക്ക് സംരക്ഷണമായി ഭവിക്കട്ടെ. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ പ്രകാരം പ്രാർത്ഥിക്കുമെന്ന് ഉപദേശിച്ചുകൊണ്ട് ശിഷ്യന്മാരെ പഠിപ്പിച്ച വിശിഷ്ടമായ പ്രാർത്ഥന നിന്നെ ലഭിച്ച മനവിശ്വാസത്തോടെ ആവർത്തിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, ശക്തനായ സർവേശ്വര നല്ലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾക്ക് അപേക്ഷിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തിയ ദുഷ്ടാരൂപിയിൽ നിന്റെ സൈന്യങ്ങൾ ഞങ്ങൾ രക്ഷിക്കണമേ.
എന്തുകൊണ്ട് സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യം അധികാരം അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകറൂഹ പരിശുദ്ധനാകുന്നു, പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. സഭയിൽ അവിടുത്തേക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. എല്ലാ നിമിഷവും എല്ലാ സമയവും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ. നമ്മെ ജീവിത കർത്താവ് ഈശോ മിശിഹായുടെ കൃപാവരം അവിടുത്തെ കാലത്ത് നാം എല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. ഇപ്പോഴും എന്നേക്കും ആമേൻ. സഹോദരരെ, സ്വർഗരാജ്യത്തുള്ള വിശ്വാസത്തോടെ ദൈവപുത്രന്റെ ശരീരം സ്വീകരിക്കുവാനും അവിടുത്തെ രക്തം പാനം ചെയ്യുവാനും തിരുസഭ നിങ്ങളെ ക്ഷണിക്കുന്നു. യഹോവയാം ദൈവമൻ ഇടയനത്രേ, ഇഹത്തിലെനിക്കൊരു കുറവുമില്ല. യഹോവയാം ദൈവമൻ ഇടയനത്രേ, ഇഹത്തിലെനിക്കൊരു കുറവുമില്ല. പച്ചിളം പുല്ലിൽ മൃദുശയ്യകളിൽ അവനെന്നെ കിടത്തുന്നു, സ്വച്ഛതയാർന്നോരുറവിങ്കലേക്ക് അവനെന്നെ നടത്തുന്നു. പ്രാണനെ തണുപ്പിക്കുന്നു, നീതിപാതയിൽ നടത്തുന്നു. പ്രാണനെ തണുപ്പിക്കുന്നു, നീതിപാതയിൽ നടത്തുന്നു. കൂരിരുൾ താഴ്വരയിൽ കൂടി നടന്നാലും ഞാനൊരനർത്ഥവും ഭയപ്പെടില്ല. ഉന്നതനെന്നോടു കൂടെയുണ്ടല്ലോ, തന്നിടുന്ന ശ്വാസം തൻ വടിമേൽ. ഉന്നതനെന്നോടു കൂടെയുണ്ടല്ലോ, തന്നിടുന്ന ശ്വാസം തൻ വടിമേൽ. യഹോവയാം ദൈവമൻ ഇടയനത്രേ. മനുഷ്യവർഗത്തിന്റെ പ്രത്യാശയായ മിശിഹായെ ഞങ്ങൾ ഭക്ഷ്യത്തിരി ശരീരവും പാനം ചെയ്തിരി രക്തവും ഞങ്ങൾക്ക് ക്ഷാപതി കാരണമാകാതെ കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും നിന്റെ സന്നദ്ധയെ സന്തുഷ്ടിക്കുന്ന ദാനമാകട്ടെ. സകലത്തിന്റെയും നാഥ എന്നേക്കും. ആമേൻ. ഞങ്ങളുടെ കർത്താവേ, വിശ്വാസപൂർവ്വം ഞങ്ങൾ സ്വീകരിച്ച ദിവരസ്യങ്ങൾ ഞങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. യുഗങ്ങൾ രാജാവായ മിശിഹായെ, നീ ദാസന്റെയും സൃഷ്ടാവിന്റെയും സാദൃശ്യമാകുന്നു. നിന്നിൽ വിശ്വസിച്ച സകലരുടെയും കറകളും കടങ്ങളും നിന്റെ ശരീരരക്തങ്ങളാൽ നിർമ്മാർജ്ജനം ചെയ്യുകയും ക്ഷമിക്കുകയും ചെയ്തു. നീ മഹത്വപൂർണ്ണനായി പ്രത്യക്ഷപ്പെടുമ്പോൾ മനോവിശ്വാസത്തോടെ നിന്നെ എതിരേൽക്കുവാനും സ്വർഗീയ ഗണങ്ങളോടുകൂടി നിന്നെ സ്തുതിക്കുവാനും ഞങ്ങളെ യോഗ്യരാക്കണമേ. ആമേൻ. പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്താൽ സുത്രഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുള്ള യോഗ്യരാവട്ടെ. നമുക്ക് എല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. ഔന്നന്യമായ ദാനത്തെക്കുറിച്ച് കർത്താവേ അങ്ങേക്ക് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവം അങ്ങയുടെ മഹനീയമായ നാമത്തിന് സ്തുതിയും ആരാധനയും കൃതജ്ഞതയും സമർപ്പിക്കുക. എല്ലാ നാഴികളിലും യോഗ്യവും എല്ലാ കാലങ്ങളും യുക്തവുമാകുന്നു. അങ്ങയുടെ ജീവദായകം ദൈവികമായ വചനങ്ങളുടെ മാധുര്യം ആസ്വദിക്കുവാനും മാലാഖന്മാരുടെ കൂടെ തിരുനാമത്തെ സ്തുതിക്കുവാനും അങ്ങയുടെ ദാനമായ ദിവ്യരഹസ്യങ്ങൾ പങ്കുകൊള്ളുവാനും അഹോന്നതനായ ദൈവമേ,
അങ്ങേക്ക് സ്തുതിയുടെയും കൃതജ്ഞതയുടെയും കീർത്തനങ്ങൾ ഇടപെടാതെ ആലപിക്കുവാനും ബലഹീനരായ ഞങ്ങളെ കാരുണ്യപരം അങ്ങ് യോഗ്യരാക്കി. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. കർത്താവേ ആശീർവദിക്കണമേ. സകലത്തെയും പൗത്രീകരിക്കുന്ന തൻ്റെ അമൂല്യമായ ശരീരങ്ങൾ സ്വീകരിക്കുവാൻ നമ്മുടെ കർത്താവും ദൈവവും രാജാവും രക്ഷകനും ജീവദാതാവുമായ മിശിഹ കൃപാപുരം നമ്മെ യോഗ്യരാക്കി. വിചാരങ്ങളും വചനങ്ങളും പ്രവൃത്തികളും വഴി തന്നെ പ്രസാദിപ്പിക്കുവാൻ അവിടെ നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവെ, ഞങ്ങൾ സ്വീകരിച്ചും സ്വീകരിക്കുന്നതുമായി ആചാരം നിന്റെ കാരുണ്യരകത്താൽ ഞങ്ങളുടെ കടങ്ങളുടെ വൃത്തിക്കും പാപങ്ങളുടെ മോചനത്തിനും മരീശ്വരരുടെ പ്രത്യാശയ്ക്കും നിന്റെ സന്നിധി പ്രീജമാവിധം വർദ്ധിച്ച എല്ലാവരും ഒന്നിച്ച് സകരായത്തിനവുമായ ജീവിതത്തിനും കാരണമാകട്ടെ. സകലത്തിൻ്റെയും നാഥായ നീക്കും. ആമേൻ. പിതാവായ ദൈവം നമ്മുടെ കർത്താവ് ഈശോ മിശിഹാ വഴി എല്ലാ ആധ്യാത്മിക ദാനങ്ങളും നൽകി നമ്മെ അനുഗ്രഹിച്ചു. നമ്മുടെ കർത്താവ് തൻ്റെ രാജ്യത്തിലേക്ക് നമ്മെ ക്ഷണിക്കുകയും അക്ഷയം അനശ്വരവുമായി സൗഭാഗ്യത്തിലേക്ക് നമ്മെ നയിക്കുകയും ചെയ്തു. അവിടുന്ന് ജീവിതായകമായ സുവിശേഷം വഴി ശിഷ്യഗണത്തോട് ഇപ്രകാരം അരുളി ചെയ്തു: സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കും. അവസാന ദിവസം ഞാൻ അവനെ ഉയർപ്പിക്കും. അവന് ശിക്ഷാവധി ഉണ്ടാവുകയില്ല. പ്രത്യുത അവൻ മരണത്തിൽ നിന്ന് നിത്യായുസ്സിലേക്ക് പ്രവേശിക്കും. ഈ കുർബാനയിൽ പങ്കുകൊണ്ട് നമ്മുടെ സമൂഹത്തെ തൻ്റെ വാഗ്ദാനം അനുസരിച്ച് മിശിഹ അനുഗ്രഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യട്ടെ. സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകം ദൈവികവുമായ രഹസ്യത്തിൽ പങ്കുകൊണ്ട് സന്തുഷ്ടരായ നമ്മെ അവിടുന്ന് മഹത്വം അണിയിക്കട്ടെ. കർത്താവിൻ്റെ കുരിശിൻ്റെ സജീവമായ അടയാളത്താൽ നിങ്ങളെല്ലാവരും മുദ്രിതരാകട്ടെ. രഹസ്യവും പരസ്യമായ എല്ലാ വിപത്തുകളിൽ നിന്ന് സംരക്ഷിതരുമാകട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പരിശുദ്ധ ദൈവമാതാവിൻ്റെ വണക്കമാസം 21-ാം തീയതി പ്രാർത്ഥന. ദൈവമാതാവെ, അവിടുന്ന് ഈശോയുടെ പരസ്യ ജീവിതകാലത്ത് ഈശോയോട് കൂടി സഞ്ചരിച്ചുകൊണ്ട് രക്ഷാകര കർമ്മത്തിൽ സഹകരിച്ചല്ലോ. ദിവ്യമാതാവെ, ഞങ്ങളും ആത്മാക്കളുടെ രക്ഷയിൽ തീഷ്ണതയുള്ളവരായി ജീവിക്കുവാൻ സഹായിക്കണമേ. അവിടുത്തെ ദിവ്യസുതൻ്റെ സുവിശേഷ പ്രബോധനങ്ങൾ അറിയാത്തവരെയും അതിനെ അവഗണിച്ചുകൊണ്ട് ജീവിക്കുന്നവരെയും പാപികളെയും അങ്ങേ തിരുക്കുമാരൻ്റെ സവിധത്തിലേക്ക് ആനയിക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. കാനായിലെ കല്യാണ വിരുന്നിൽ അവിടുത്തെ പരസ്നേഹവും സേവന ചൈതന്യവും പ്രകാശിതമാകുന്നു. ഞങ്ങളും അങ്ങേ അനുകരിച്ച് പ്രവർത്തിക്കുവാൻ പ്രാപ്തരാക്കണമേ. ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച ശുദ്ധമറിയമേ, പാപികളുടെ സങ്കേതമേ, ഇതാ നിന്റെ സങ്കേതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു. ഞങ്ങളുടെ മേൽ അലുവായിരുന്ന് ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തിരുക്കുമാരനോട് പ്രാർത്ഥിച്ചു കൊള്ളണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടിയ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥീ, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ എപ്പോഴും എന്നേക്കുവാമേ. ജന്മഭാവമില്ലാതെ ഉത്ഭവിച്ച ശുദ്ധമറിയമേ, പാപികളുടെ സങ്കേതമേ, ഇതാ നിന്റെ സങ്കേതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു. ഞങ്ങളുടെ മേൽ അലുവായി ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തിരുക്കുമാരനോട് പ്രാർത്ഥിച്ചു കൊള്ളണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടി ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥീ, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ എപ്പോഴും എന്നേക്കുവാമേ. ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച ശുദ്ധമറിയമേ, പാപികളുടെ സങ്കേതമേ, ഇതാ നിന്റെ സങ്കേതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു. ഞങ്ങളുടെ മേൽ അലുവായിരുന്ന് ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തിരുക്കുമാരനോട് പ്രാർത്ഥിച്ചു കൊള്ളണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ.
അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടിയ ആഹാരം നീ ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥീ, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദുരിത ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അതിലെ പോലെ എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പാപികളുടെ സങ്കേതമേ, തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥീ, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദുരിത ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പാപികളുടെ സങ്കേതമേ, വിജാതിയർ മുതലായ മനസ്ത്രീയാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥീ, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദുരിത ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പാപികളുടെ സങ്കേതമേ, രാഷ്ട്രീയ അധികാരികൾ സത്യവും നീതിയും പാലിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥീ, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദുരിത ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പാപികളുടെ സങ്കേതമേ, മാർപ്പാപ്പ മുതലായ തിരുസഭ അധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥീ, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദുരിത ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പാപികളുടെ സങ്കേതമേ, അങ്ങേ പ്രിയപ്പെട്ട മക്കളായിരിക്കുന്ന ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥീ, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദുരിത ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. സുഹൃത ജപം. മറിയത്തിന്റെ വിമല ഹൃദയമേ, മറിയത്തിന്റെ വിമല ഹൃദയമേ, ഞങ്ങളുടെ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഞങ്ങളുടെ രാജ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കണമേ. ചൊല്ലിത്തരുന്ന പ്രാർത്ഥന എല്ലാവരും ഏറ്റുചൊല്ലുക. ഈ സമയം കൊറോണയുടെ പശ്ചാത്തലത്തിൽ KCBC പുറത്തിറക്കിയിരിക്കുന്ന പ്രത്യേക പ്രാർത്ഥന നിമിഷം നമ്മൾ ചൊല്ലുകയാണ്. രോഗികളെ സുഖപ്പെടുത്തുകയും ദുഃഖിതരെ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്ന കർത്താവേ, കൊറോണ വൈറസ് മൂലം രോഗബാധിതരായി കഴിയുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെ തിരുമുമ്പിൽ സമർപ്പിക്കുന്നു. അവരെ ശുശ്രൂഷിക്കുന്ന ഡോക്ടർമാർ, നഴ്സുമാർ, ബന്ധുമിത്രാദികൾ എന്നിവരെയെല്ലാം രോഗബാധയിൽ നിന്ന് സംരക്ഷിക്കുകയും കാത്തുകൊള്ളുകയും ചെയ്യണമേ. രോഗികളോട് ശുശ്രൂഷ മനോഭാവത്തോടുകൂടി ആത്മധൈര്യത്തോടുകൂടി പെരുമാറുവാനുള്ള കൃപ അവർക്ക് നൽകണമേ. കൊറോണ വൈറസിനെ പ്രതിരോധിക്കുവാനുള്ള മാർഗങ്ങൾ കണ്ടെത്തുവാൻ രാഷ്ട്രതലവന്മാരെയും ഭരണാധികാരികളെയും ഡോക്ടർമാരെയും അങ്ങ് സഹായിക്കണമേ. മരണത്തിന്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല എന്ന് ഉദ്ഘോഷിച്ച് സങ്കീർത്തകനോട് ചേർന്ന് ഉറച്ച വിശ്വാസത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങളും അങ്ങയിൽ ആശ്രയിക്കുന്നു. നിനവേ നിവാസികളെ അനുതാപവും പശ്ചാത്താപവും വഴി ഞങ്ങളും മാനസാന്തര വഴിയിലൂടെ അങ്ങേ പക്കലേക്ക് തിരികെ വരുന്നു. ഞങ്ങളുടെ എളിയ പ്രാർത്ഥനകൾ സ്വീകരിച്ച് എല്ലാ വിപത്തുകളിൽ നിന്നും പകർച്ചവ്യാധികളിൽ നിന്നും വിശിഷ്യ കൊറോണ വൈറസ് ബാധയിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങയുടെ അനന്തമായ കാരുണ്യത്താൽ സംരക്ഷിക്കണമേ. ആമേൻ.
ഈശംശിഹായിൽ സ്നേഹം നിറഞ്ഞവരെ, ഈ സമയം നമ്മുടെ ദിവ്യകാരുണ്യ ആരാധനയിലേക്ക് പ്രവേശിക്കുകയാണ്. എല്ലാവരും കരങ്ങളൊക്കെ ഒപ്പി മുട്ടുകുത്തി നിന്ന്, സാധിക്കുന്നവരെല്ലാവരും മുട്ടുകുത്തി നിന്ന് ഈ നിമിഷം ഏറ്റവും സ്നേഹത്തോടെയും തീക്ഷ്ണതയോടെയും ഈ ദിവ്യകാരുണ്യ ആരാധനയിൽ പ്രാർത്ഥിക്കുക. നമ്മുടെ എല്ലാ നിയോഗങ്ങളും തമ്പുരാൻ്റെ തിരുസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് ഈ നിമിഷം പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിൻ്റെ കൃപയും അഭിഷേകവും ഒഴുകാനായിട്ട് ആഗ്രഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ദിവ്യകാരുണ്യനാഥനെ ഏറ്റവും സ്നേഹത്തോടെ നമ്മുടെ മധ്യത്തിലേക്ക് സ്വാഗതം ചെയ്യാം. ആരാധനയ്ക്കേറ്റം യോഗ്യനായവനേ, അനശ്വരനായ തമ്പുരാനേ, ആരാധനയ്ക്കേറ്റം യോഗ്യനായവനേ, അനശ്വരനായ തമ്പുരാനേ, അങ്ങേ സന്നിധിയിൽ അർപ്പിക്കുന്നീ കാഴ്ചകൾ, അങ്ങേ സന്നിധിയിൽ അർപ്പിക്കുന്നീ കാഴ്ചകൾ, അവിരാമം ഞങ്ങൾ പാടാ ആരാധന ആരാധന നാഥ ആരാധന 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 നാഥ ആരാധന. തിരുവോസ്തിയിൽ കാണുന്നു ഞാൻ ഈശോയെ നിൻ ദിവ്യരൂപം, ഈ തിരുവോസ്തിയിൽ കാണുന്നു ഞാൻ ഈശോയെ നിൻ ദിവ്യരൂപം, ഈ കൊച്ചു ജീവിതമേകുന്നു ഞാൻ ഈ ബലിവേദിയിലെന്നും, ഈ കൊച്ചു ജീവിതമേകുന്നു ഞാൻ ഈ ബലിവേദിയിലെന്നും, അതിമോദം ഞങ്ങൾ പാടാ ആരാധന ആരാധന നാഥ ആരാധന 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 നാഥ ആരാധന. ഈ നിമിഷം നിനക്കേകിടാനാ എൻ കയ്യിലില്ലൊന്നും നാഥാ, ഈ നിമിഷം നിനക്കേകിടാനാ എൻ കയ്യിലൊന്നും നാഥാ, പാപവുമെന്നുടെ ദുഃഖങ്ങളും തിരുമുൻപിലേകുന്നു നാഥാ, പാപവുമെന്നുടെ ദുഃഖങ്ങളും തിരുമുൻപിലേകുന്നു നാഥാ,
അതിമോദം ഞങ്ങൾ പാടാ. ആരാധന ആരാധന നാഥ ആരാധന. ആരാധന ആരാധന നാഥ ആരാധന. ആരാധനയ്ക്കേറ്റം യോഗ്യനായവനേ, അനശ്വരനായ തമ്പുരാനേ, അങ്ങേ സന്നിധിയിൽ അർപ്പിക്കുന്നീ കാഴ്ചകൾ. അങ്ങേ സന്നിധിയിൽ അർപ്പിക്കുന്നീ കാഴ്ചകൾ. അവിരാമം ഞങ്ങൾ പാടാ. ആരാധന ആരാധന നാഥ ആരാധന. ആരാധന ആരാധന നാഥ ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ദിവ്യകാരുണ്യമേ, എന്നുമെന്നും എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ, പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ദിവ്യകാരുണ്യമേ, എന്നുമെന്നും എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ, പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം 23-ാം വാക്യം ഇപ്രകാരം പറയുന്നു: തൻ്റെ ദൈവത്തിൽ ആശ്രയിച്ചിരിക്കുന്നത് കൊണ്ട് അവന് ഒരു പോറൽ പോലും ഏറ്റതായി കണ്ടില്ല. ദിവ്യകാരുണ്യനാഥ, കരുണയോടെ ഞങ്ങളെ നോക്കണമേ. ദിവ്യവൈദ്യനായ ഈശോയെ, ആയിരിക്കുന്ന അവസ്ഥയിൽ ഞങ്ങളെ അംഗീകരിച്ച് സ്നേഹിക്കുന്ന, ഞങ്ങളിൽ കൂടാരമടിച്ച് വസിക്കുന്ന ദിവ്യകാരുണ്യ ഈശോയെ, ജീവനും ജീവിതവും തിരുമുൻപിൽ ഞങ്ങളിതാ അർപ്പിക്കുന്നു. എൻ്റെ ഈ അവസ്ഥയിൽ ഞാൻ ഭഗ്നാശനല്ല. ഈ രോഗത്തിൽ നിന്നും സുഖം പ്രാപിക്കുമെന്ന് നല്ല പ്രത്യാശയുണ്ട്. പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായം 22-ാം വാക്യം പറയുന്നു: ഓ തളർന്നവനെ താങ്ങുന്ന ദിവ്യകാരുണ്യനാഥ, ഞങ്ങളുടെ എല്ലാ പ്രയാസങ്ങളിലേക്കും വേദനകളിലേക്കും ദൈവമേ നീ കടന്നു വരണമേ. നാളിന്ന് വരെ നീ നൽകിയ എല്ലാ സൗഖ്യങ്ങളെയും കൃപകളെയും ഓർത്ത് ഈശോയെ, ഞങ്ങൾ ഈ നിമിഷം ഒന്ന് ചേർന്ന് നന്ദി പറയുകയാണ്. നല്ല തമ്പുരാനെ, ചോദിച്ചതിലും ഇരട്ടിയായി 10 ഇരട്ടിയായിട്ട് ഞങ്ങളെ അനുഗ്രഹിച്ച് വഴി നടത്തുന്ന എൻ്റെ ദൈവമേ, ദിവ്യകാരുണ്യനാഥ, ഞങ്ങളുടെ ഉള്ളിൽ നിന്നിതാ എല്ലാ നന്ദിയും സ്തുതിയും കൃതജ്ഞതയും ആരാധനയും ഞങ്ങളിതാ സമർപ്പിക്കുന്നു. എൻ്റെ പ്രാർത്ഥനകൾ, എൻ്റെ യാചനകൾ കേട്ട ദൈവത്തെ ഞാൻ സ്തുതിക്കും. എൻ്റെ സങ്കടങ്ങൾ, എൻ്റെ നൊമ്പരങ്ങൾ
കണ്ട ദൈവത്തെ ഞാൻ പുകഴ്ത്തും. എൻ്റെ പ്രാർത്ഥനകൾ, എൻ്റെ യാചനകൾ കേട്ട ദൈവത്തെ ഞാൻ സ്തുതിക്കും. എൻ്റെ സങ്കടങ്ങൾ, എൻ്റെ നൊമ്പരങ്ങൾ കണ്ട ദൈവത്തെ ഞാൻ പുകഴ്ത്തും. അവൻ കരുണയും കൃപയുമുള്ളോ, അവൻ ദയയും കനിവുമുള്ളോ, അവൻ സ്തുതികളിൽ വസിക്കും, നിത്യസ്നേഹം പകരും, രാജാധിരാജനമേശുപരൻ. അവൻ സ്തുതികളിൽ വസിക്കും, നിത്യസ്നേഹം പകരും, രാജാധിരാജനമേശുപരൻ. പുറപ്പാടിൻ്റെ പുസ്തകം 2-ാമത്തെ അധ്യായം 23-ാമത്തെ വാക്യം നമ്മൾ ഇപ്രകാരം വായിക്കുകയാണ്. ഇസ്രായേൽ മക്കൾ നെടുവീർപ്പിട്ട് നിലവിളിച്ചു. അവരുടെ നിലവിളി ദൈവസന്നിധിയിലെത്തി. ദൈവം അവരുടെ ദീനരോധനം ശ്രവിക്കുകയും അബ്രഹത്തോടും ഇസ്ഹാക്കിനോടും യാക്കോബിനോടും ചെയ്ത ഉടമ്പടി ഓർമ്മിക്കുകയും ചെയ്തു. അവിടുന്ന് അവരെ കടാക്ഷിച്ചു. ദൈവം കഴിഞ്ഞ കാലഘട്ടം അത്രയും നമ്മുടെ ജീവിതത്തിൽ ചൊരിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് നന്ദി പറയാം. ഇരു കരവും നെഞ്ചോട് ചേർത്ത് വെച്ചുകൊണ്ട് നന്ദി പറയാം. വളരെ പ്രത്യേകമായിട്ട് കഴിഞ്ഞ ഒരാഴ്ചക്കാലം തമ്പുരാൻ ചൊരിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് വളരെ പ്രത്യേകമായിട്ട് റിയാദിൽ നിന്ന് ജോയിച്ചൻ ചേട്ടനും കുടുംബവും നന്ദി അറിയിക്കുകയാണ്. 2 മാസങ്ങൾക്ക് ശേഷം കഴിഞ്ഞ ദിവസം ജോയിച്ചേട്ടൻ്റെ സഹോദരൻ ആശുപത്രി വിട്ട് ഭവനത്തിലേക്ക് തിരിച്ചു വരികയുണ്ടായി. വളരെ സീരിയസ് ആയ അവസ്ഥയിൽ ശക്തമായിട്ട് ദൈവജനം പ്രാർത്ഥിക്കുകയുണ്ടായി. പ്രാർത്ഥനയ്ക്ക് ഉത്തരം തന്ന ദൈവത്തിന് ആ കുടുംബത്തോടൊപ്പം ചേർന്ന് നമുക്ക് നന്ദി പറയാം. അതോടൊപ്പം തന്നെ സ്റ്റെല്ല എന്ന ഒരു മകള് ദൈവം നൽകിയ അത്ഭുതകരമായ അനുഗ്രഹത്തെ ഓർത്ത് നന്ദി പറയുന്നു. റിനി പാസ്പോർട്ട് റിന്യൂ ചെയ്ത് ലഭിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു. ജോസി കുവൈറ്റിൽ നിന്ന് ദൈവം തൻ്റെ മകൻ്റെ ജീവിതത്തിൽ പ്രവർത്തിച്ച അത്ഭുതകരമായ സൗഖ്യത്തെ ഓർത്ത് നന്ദി പറയുന്നു. ഒരാഴ്ച മുമ്പ് നട്ടലിനും കഴുത്തിനും വളവുണ്ടെന്ന് പറയുകയും എക്സ്റേയിലും MRIയിലുമൊക്കെ അത് കാണുകയും ചെയ്തതാണ്. ശക്തമായ പ്രാർത്ഥനയെ തുടർന്ന് ദൈവം ശക്തമായിട്ട് ആ കുഞ്ഞിൻ്റെ ജീവിതത്തിൽ ഇടപെടുകയും കഴിഞ്ഞ ദിവസം വീണ്ടും എക്സ്റേയും MRIയും ഒക്കെ എടുത്തപ്പോൾ ഒരു പ്രശ്നവുമില്ല എന്ന് കാണുകയും ഡോക്ടർമാരെ സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. ദൈവം കൊടുത്ത അത്ഭുതകരമായ സൗഖ്യത്തെ ഓർത്ത് നന്ദി പറയുന്നു. അനേകം മക്കൾ ആശുപത്രിയിൽ നിന്ന് ദൈവം അത്ഭുതകരമായിട്ട് തിരിച്ച് ഭവനത്തിലെത്താനായിട്ട് കൃപ കൊടുത്തതിനെ ഓർത്ത് നന്ദി പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ സാമ്പത്തിക പ്രതിസന്ധികളിൽ നിന്ന് ദൈവം നൽകിയ വിടുതലിനെ ഓർത്ത് നന്ദി പറയുന്നു. വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാനായിട്ട് ദൈവം നൽകിയ വരത്തിന് നന്ദി പറയുന്നു. ജോലി സ്ഥലത്തേക്ക് തിരിച്ചു പോകുവാനായിട്ട് സാധിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു. കടബാധ്യതയുമായിട്ട് വലഞ്ഞ 2 വ്യക്തികളുടെ ജീവിതത്തിൽ ദൈവം ശക്തമായിട്ട് ഇടപെട്ടതിനെ ഓർത്ത് നന്ദി പറയുന്നു. ജീവിതത്തിൽ പുതിയ ജോലികൾ ലഭിച്ചതിനെ ഓർത്ത് 7 പേര് നന്ദി അറിയിക്കുന്നുണ്ട്. വളരെ പ്രത്യേകമായിട്ട് ഈ മക്കളെ ഓരോരുത്തരെയും ദൈവ തിരുസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ 13 പേര് ഭവനത്തിൽ തിരിച്ചെത്താനായിട്ട് ജോലി മേഖലകളിൽ നിന്നും വിദേശത്തും തിരിച്ചു വരാനായിട്ടും ദൈവം ഈ സമയം കൊടുത്ത വലിയ കൃപയെ ഓർത്ത് നന്ദി പറയുന്നു. ആശുപത്രികളിൽ ഓപ്പറേഷന് വിധേയരായ 2 വ്യക്തികൾ ദൈവം നൽകിയ അത്ഭുതകരമായ പരിപാലനയെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. പ്രിയമുള്ളവരെ, ദൈവ തിരുസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ജെറമിയ പ്രവാചകന്റെ പുസ്തകം 17-ാമത്തെ അധ്യായം 24-ാം വാക്യം പറയുകയാണ്: കർത്താവേ, എന്നെ സുഖപ്പെടുത്തണമേ, അപ്പോൾ ഞാൻ സൗഖ്യമുള്ളവനാകും. എന്നെ രക്ഷിക്കണമേ, അപ്പോൾ ഞാൻ
അപ്പോൾ രക്ഷപ്പെടും. അങ്ങ് മാത്രമാണ് എൻ്റെ പ്രത്യാശ. വളരെ പ്രത്യേകമായിട്ട് ഈ നിമിഷം രോഗികളായിട്ട് ആശുപത്രികളിൽ ആയിരിക്കുന്ന എല്ലാ വൈദികരെയും സന്യസ്തരെയും സമർപ്പിച്ചുകൊണ്ട് തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. നിങ്ങൾ അറിയുന്ന വൈദികരുണ്ടാകാം, ഏതെങ്കിലുമൊക്കെ രീതിയിൽ നിങ്ങൾക്ക് മെസ്സേജിലൂടെ ലഭിച്ചുണ്ടാകാം. സിസ്റ്റേഴ്സ് ഉണ്ട്. ലോകത്തിൻ്റെ വിവിധ മേഖലകളിൽ പ്രേക്ഷിത വേലയ്ക്കായി തമ്പുരാന് വേണ്ടിയിട്ട് ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിച്ച അവരെ ഓരോരുത്തരെയും സമർപ്പിച്ചിട്ട് പ്രാർത്ഥിക്കുക. അവളുടെ പ്രത്യേകമായിട്ട് അനീഷനെ സമർപ്പിച്ചുകൊണ്ട് ഈ നിമിഷം പ്രാർത്ഥിക്കുന്നു. എൻ്റെ വലിയൊരു സുഹൃത്താണ്. അച്ഛനെ ഈ നിമിഷം ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. തമ്പുരാൻ്റെ വലിയൊരു കൃപ അച്ഛനിലേക്ക് ദിവസം ഒഴുകട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് അതോടൊപ്പം തന്നെ ആശുപത്രികളിലായിരിക്കുന്ന മറ്റു വൈദികരുണ്ട്. അവരെ ഓരോരുത്തരെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. തമ്പുരാനെ നിൻ്റെ കൃപ സമൃദ്ധമായിട്ട് ഈ സഹോദര വൈദികരിലേക്ക്, സിസ്റ്റേഴ്സിലേക്ക് ഒഴുക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എൻ്റെ പ്രാണനെ മരണത്തിൽ നിന്നും, എൻ്റെ കണ്ണിനെ കണ്ണുനീരിൽ നിന്നും, എൻ്റെ കാലിന് വീഴ്ചയിൽ നിന്നും രക്ഷിച്ച ദൈവത്തെ സ്തുതിക്കും. എൻ്റെ പ്രാണനെ മരണത്തിൽ നിന്നും, എൻ്റെ കണ്ണിനെ കണ്ണുനീരിൽ നിന്നും, എൻ്റെ കാലിന് വീഴ്ചയിൽ നിന്നും രക്ഷിച്ച ദൈവത്തെ സ്തുതിക്കും. അവൻ കരുണയും കൃപയുമുള്ളോ, അവൻ ദയയും കനിവുമുള്ളോ, അവൻ സ്തുതികളിൽ വസിക്കും, നിത്യസ്നേഹം പകരും രാജാധിരാജനമേശുപരൻ. അവൻ സ്തുതികളിൽ വസിക്കും, നിത്യസ്നേഹം പകരും രാജാധിരാജനമേശുപരൻ. ജെറമിയ പ്രവാചകന്റെ പുസ്തകം 30-ാം അധ്യായം 18-ാം വാക്യം പറയുന്നു, കർത്താവ് അരുളി ചെയ്യുന്നു, യാക്കോബിൻ്റെ കൂടാരങ്ങളുടെ ഭാഗധേയം ഞാൻ പുനഃസ്ഥാപിക്കും, അവരുടെ വാസസ്ഥലങ്ങളോട് ഞാൻ കാരുണ്യം പ്രകടിപ്പിക്കും. നഗരം നാശകൂമ്പാരത്തിൽ നിന്ന് വീണ്ടും പണിയപ്പെടും, കൊട്ടാരം അതിൻ്റെ സ്ഥാനത്ത് തന്നെ വീണ്ടും ഉയർന്നു നിൽക്കും. ഈ നിമിഷം വളരെ പ്രത്യേകമായിട്ട് രോഗം മൂലം ആശുപത്രികളിലും ഭവനങ്ങളിലും ആയിരിക്കുന്ന എല്ലാ മാതാപിതാക്കന്മാരെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. സഹോദരി സഹോദരന്മാരെ സമർപ്പിക്കാം. ജീവിത പങ്കാളികൾ, പലരുടെയും ജീവിത പങ്കാളികൾ ആശുപത്രികളിലും ഭവനങ്ങളിലും രോഗം മൂലമായിരിക്കുന്നു, മക്കളായിരിക്കുന്നു, ബന്ധുമിത്രാദികളായിരിക്കുന്നു. അവരെ ഓരോരുത്തരെയും ദൈവ തിരുസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ഈ ഒരാഴ്ചക്കാലം വളരെ പ്രത്യേകമായിട്ട് എൻ്റെ അപ്പച്ചന് വേണ്ടി, അമ്മച്ചിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ മക്കളെ ഓരോരുത്തരെയും ഈ നിമിഷം തമ്പുരാൻ്റെ തിരുസന്നിധിയോട് ചേർത്ത് വെച്ചുകൊണ്ട് ഈ നിമിഷം പ്രാർത്ഥിക്കുകയാണ്. അനേകരാ സഹോദരി സഹോദരങ്ങളുടെ പേര് നൽകി പ്രാർത്ഥിക്കുവാനായിട്ട് ആവശ്യപ്പെട്ടവരെ ഈ നിമിഷം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ജീവിത പങ്കാളിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും, മക്കൾക്ക് വേണ്ടി, ബന്ധുമിത്രാദികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് സമർപ്പിക്കപ്പെട്ടിരിക്കുന്നുണ്ട്. അവരെ ഓരോരുത്തരെയും ഈ നിമിഷം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ, നിന്റെ വലിയ കൃപ ഇവരിലേക്ക് ഒഴുക്കണമേ, നിന്റെ സൗഖ്യത്തിൻ്റെ കരം ഇവരുടെ മേൽ നീട്ടണമേ എന്ന് തീക്ഷ്ണമായിട്ട് ഈ നിമിഷം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എന്നെ രോഗത്തിൽ കരുതിയ ദൈവം, എന്നെ താഴ്ചയിൽ ഉയർത്തിയ ദൈവം, എൻ്റെ പാപങ്ങൾ മോചിച്ച ദൈവം, നിത്യം കാത്തിടും കൺമണി പോൽ. എന്നെ രോഗത്തിൽ കരുതിയ ദൈവം, എന്നെ താഴ്ചയിൽ ഉയർത്തിയ ദൈവം, എൻ്റെ പാപങ്ങൾ മോചിച്ച ദൈവം, നിത്യം കാത്തിടും കൺമണി പോൽ. വെളിപാടിൻ്റെ പുസ്തകം 21-ാമത്തെ അധ്യായം 4-ാം വാക്യം പറയുന്നു, അവിടുന്ന് അവരുടെ മിഴികളിൽ നിന്ന് കണ്ണുനീർ തുടച്ചു നീക്കും, ഇനി മരണം ഉണ്ടായിരിക്കുകയില്ല. 1 മരണം
ഇനിമേൽ ദുഃഖമോ മുറവിളിയോ വേദനയോ ഉണ്ടാവുകയില്ല. പഴയതെല്ലാം കടന്നുപോയി. ഈ നിമിഷമല്ല പ്രത്യേകമായിട്ട് പ്രിയപ്പെട്ടവരുടെ വേർപാടിനെ ഓർത്ത് ദുഃഖിക്കുന്നവരെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ചിലരുടെയൊക്കെ മാതാപിതാക്കന്മാർ, ചിലരുടെയൊക്കെ സഹോദരി സഹോദരന്മാർ, ജീവിത പങ്കാളി, മക്കള്, ബന്ധുമിത്രാദികൾ പ്രതീക്ഷിക്കാത്ത മണിക്കൂറിൽ ദുഃഖവാർത്ത കടന്നു വന്നതിൻ്റെ വേദനയിൽ ഇന്നും തളർന്നിരിക്കുന്നവർ, അല്ലെങ്കിൽ അവരുടെ മൃതസംസ്കാര ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ സാധിക്കാത്തതിൻ്റെ ദുഃഖത്തിൽ, അല്ലെങ്കിൽ അത് കഴിഞ്ഞ് ഏഴിൻ്റെ കർമ്മങ്ങളും നടത്താൻ പറ്റാത്തതിൻ്റെയൊക്കെ വേദനയിലായിരിക്കുന്നവരുണ്ട്. ഒത്തിരി പേരുണ്ട്. ഈ നിമിഷം എല്ലാ മക്കളെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. പ്രിയപ്പെട്ടവരുടെ വേർപാടിനെ ഓർത്ത് വേദനിക്കുന്ന ഓരോ മക്കളെയും ഈ ദിവ്യകാരുണ്യ ആരാധനയിൽ ദിവ്യകാരുണ്യനാഥൻ്റെ സവിധത്തിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. ഈശോനാഥ, നിന്റെ ആശ്വാസം ലാസറിന്റെ ഭവനത്തിൽ കടന്നു ചെന്ന ദൈവമേ, ജൈറോസിന്റെ ഭവനത്തിൽ കടന്നു ചെന്ന ദൈവമേ, ഈ നിമിഷം ഹോസ്റ്റൽ മുറികളിൽ, ഭവനങ്ങളിൽ, ജോലി മേഖലകളിലൊക്കെ ഈ വേദനയുമായിട്ട് നിൽക്കുന്ന മക്കളിലേക്ക് ഒരാശ്വാസമായി നിന്റെ വലത് കരത്താൽ അവരെ തൊട്ട് ആശ്വസിപ്പിക്കണമേ, അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ ഈ നിമിഷം പ്രാർത്ഥിക്കുന്നു. തൊടുമോ നാഥ, ഞാനാ പാദചൂഢം സുഖമാകാൻ. ഒന്നു തൊടുമോ നാഥ, ഞാനാ പാദചൂഢം സുഖമാകാൻ. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 36-ാം സങ്കീർത്തനം 7-ാം വാക്യം ഇപ്രകാരം പറയുന്നു: ദൈവമേ, അങ്ങയുടെ കാരുണ്യം എത്ര അമൂല്യം! മനുഷ്യ മക്കൾ അങ്ങയുടെ ചിറകുകളുടെ തണലിൽ അഭയം തേടുന്നു. അവർ അങ്ങയുടെ ഭവനത്തിലെ സമൃദ്ധിയിൽ നിന്ന് വിരുന്നുണ്ട് തൃപ്തിയടയുന്നു. അവിടുത്തെ ആനന്ദധാരയിൽ നിന്ന് അവർ പാനം ചെയ്യുന്നു. ഈ നിമിഷം വളരെ പ്രത്യേകമായിട്ട് ഒറ്റപ്പെടലിൻ്റെ വേദനയാലായിരിക്കുന്ന, ഏകാന്തതയുടെ വേദനയിലായിരിക്കുന്നവർ, ആരാരും സ്നേഹിക്കാനില്ല എന്ന തോന്നലിലായിരിക്കുന്ന മക്കളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ജീവിതത്തിൻ്റെ പ്രതിസന്ധികളുടെ നടുവിലൂടെ നടന്നു നീങ്ങുന്നവരെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കടബാധ്യതകൾ മൂലം വേദനിക്കുന്നവരെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ജോലി മേഖലയിൽ, ബിസിനസ് മേഖലയിലുള്ള തടസ്സങ്ങൾ, തകർച്ചകൾ മൂലം വേദനിക്കുന്നവരെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഈ നിമിഷം ദൈവ തിരുസന്നിധിയിലേക്ക് സമർപ്പിക്കാം. തീരാ ദുഃഖങ്ങളിൽ അകപ്പെട്ടു പോയവരുണ്ട്. ഈ നിമിഷം അവരെ ഓരോരുത്തരെയും ദൈവ തിരുസന്നിധിയിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ഈശോനാഥ, ഈ മക്കളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് നിന്റെ കൃപയും അനുഗ്രഹവും ദൈവമേ സമർത്ഥമായിട്ട് ചൊരിയണമേ. പഠന മേഖലയിൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരുണ്ട്. ഇനി എൻ്റെ ജീവിതം എങ്ങോട്ടെന്നോർത്ത് പ്രയാസപ്പെട്ട് നിൽക്കുന്നവരുണ്ട്. അവരെ ഓരോരുത്തരെയും ഈ നിമിഷം ദൈവ തിരുസന്നിധിയെ സമർപ്പിച്ച് തീക്ഷണമായിട്ട് പ്രാർത്ഥിക്കുന്നു. അമ്മയേക്കാൾ സ്നേഹമേകും ദൈവമേ, എൻ സർവസ്വമേ, ഏകനായി ഞാൻ നിന്റെ മുൻപിൽ ദാഹമോടെ നിന്നിടുന്നു. അവിവേകിയാ അരുതായ്മകൾ ചെയ്തു പോയതോർക്കരുതേ. അലിവോടെ നിൻ മകനാക്കണേ, ലോകപാത ഞാൻ വെടിയാ. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 73-ാം സങ്കീർത്തനം 26-ാം വാക്യം പറയുന്നു: എൻ്റെ ശരീരവും മനസ്സും ക്ഷീണിച്ചു പോയേക്കാം, എന്നാൽ ദൈവമാണ് എൻ്റെ ബലം, അവിടുന്നാണ് എന്നേക്കുമുള്ള എൻ്റെ ഓഹരി.
ഈ നിമിഷം വളരെ പ്രത്യേകമായിട്ട് കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതിമാരെ ആ വേദനയുമായിട്ടായിരിക്കുന്നവരെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനാ നിയോഗങ്ങൾ സമർപ്പിക്കപ്പെട്ടിരിക്കുന്നവരെ പ്രത്യേകമായിട്ട് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഈ ദിവ്യകാരുണ്യ ആരാധനയിൽ പങ്കെടുക്കുന്ന ഈ നിമിഷം പങ്കെടുക്കുന്ന ഓരോ മക്കളെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ കുഞ്ഞുങ്ങളുമായിട്ട് ഉദരത്തിലായിരിക്കുന്ന അമ്മമാരെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ഈ ദിവസങ്ങളിൽ വിദേശത്ത് നാട്ടിലേക്കൊക്കെ യാത്ര ചെയ്യുന്ന അമ്മമാരെ പ്രത്യേകമായിട്ട് ഉദരത്തിൽ കുഞ്ഞുങ്ങളുമായിട്ട് യാത്ര ചെയ്യുന്നവരെ ഈ നിമിഷം പ്രത്യേകമായിട്ട് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ, നിൻ്റെ കരത്തിൽ അവരെ സംരക്ഷിക്കണമേ. നിൻ്റെ കൃപ അവരിൽ സമർത്ഥമായിട്ട് ഒഴുകിയിരിക്കുന്ന നിമിഷം ആ കൃപയുടെ നിറവിലായിരിക്കുവാനായിട്ട് പ്രത്യേകിച്ച് ആകുലതകളൊക്കെ ആയിരിക്കുന്നവരുണ്ട്. അവരിലേക്ക് ദൈവമേ നിൻ്റെ അത്ഭുതകരമായ ശക്തി ഒഴുക്കണമേ എന്ന് ഈ നിമിഷം തീക്ഷ്ണമായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തീക്ഷ്ണമായിട്ട് വിളിച്ച് പ്രാർത്ഥിക്കാം. ഈ നിമിഷം ദൈവത്തിൻ്റെ കൃപ എല്ലാ മക്കളിലേക്കും ഒഴുകട്ടെ. ദൈവാനുഗ്രഹത്താൽ അവിടുന്ന് നമ്മെ ഓരോരുത്തരെയും കാത്തു പരിപാലിക്കട്ടെ. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 66-ാം സങ്കീർത്തനം 9-ാം വാക്യം പറയുന്നു, അവിടെ നമ്മുടെ ജീവൻ കാത്തു പരിപാലിക്കുന്നു, നമ്മുടെ കാലിൽ ഇടറുവാൻ അവിടുന്ന് സമ്മതിക്കുകയില്ല. ഈ നിമിഷമല്ല പ്രത്യേകമായിട്ട് ഈ ഒരാഴ്ചക്കാലം ജന്മദിനം ആഘോഷിക്കുന്നവരെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ദൈവം നൽകിയ ആയുസ്സിനെ ഓർത്ത് നന്ദി പറയുന്നവരാണ്. അവരോടൊപ്പം നമുക്ക് നന്ദി പറയാം. അതോടൊപ്പം തന്നെ അവരെ ഓരോരുത്തരെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളെയൊക്കെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ, നിന്റെ വലിയ കൃപയും അനുഗ്രഹവും അവരിലേക്ക് ഒഴുക്കണമേ. അതോടൊപ്പം തന്നെ വിവാഹ വാർഷികം ആഘോഷിക്കുന്നവരുണ്ട്. അവരെ ഓരോരുത്തരെയും പ്രത്യേകമായിട്ട് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ദൈവകൃപ സമർത്ഥമായിട്ട് ഒഴുകട്ടെ. പരീക്ഷകൾ അഭിമുഖീകരിക്കുന്നവരുണ്ട്. മോഡൽ എക്സാമിലൂടെയൊക്കെ കടന്നു പോകുന്ന മക്കളുണ്ട്. അവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കളുണ്ട്. അവരെ ഓരോരുത്തരെയും സമർപ്പിച്ചുകൊണ്ട് ഈ നിമിഷം പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിൻ്റെ കൃപ എല്ലാ മക്കളിലേക്കും ഒഴുക്കണമേ എന്ന് പ്രാർത്ഥിച്ച് ഇരു കരവും സ്വർഗത്തിലേക്ക് ഉയർത്തി ഒന്ന് ചേർന്ന് നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ മഹത് 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 മഹത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ മഹത് 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 മഹത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ മഹത് മഹത് മഹത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ മഹത്. ഒരിക്കൽ കൂടി മുട്ടുകുത്തി നിന്ന് ഇരു കരങ്ങളും കൂപ്പി കണ്ണ് തുറന്ന് ഒരു നിമിഷം എല്ലാ നിയോഗങ്ങളെയും ദൈവത്തിൻ്റെ സന്നിധി ഒരിക്കൽ കൂടി സമർപ്പിക്കാം. ഈ വരുന്ന ഒരാഴ്ചക്കാലം നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായിട്ട് തമ്പുരാൻ്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവത്തിൻ്റെ കൃപ സമർത്ഥമായിട്ട് നമ്മളിലേക്ക് ഒഴുകട്ടെ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാ ദിവ്യ കടാക്ഷം തൂഗണമേ വത്സലസുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന.
ഈശോമിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ മാതാപിതാക്കന്മാരെ, പ്രിയ സഹോദരി സഹോദരന്മാരെ, തീക്ഷ്ണമായിട്ട് എല്ലാവരും പ്രാർത്ഥിക്കുക. വെള്ളിയാഴ്ച ശുശ്രൂഷയ്ക്ക് നമ്മൾ വരുമ്പോൾ സാധിക്കുന്നവരൊക്കെ ആ ദിവസം പറ്റുമെങ്കിൽ അന്നേ ദിവസം ഉപവസിച്ച് പ്രാർത്ഥിക്കുവാനൊക്കെ ആയിട്ട് പ്രത്യേകം പരിശ്രമിക്കുമല്ലോ. ഒത്തിരി മക്കൾ ഉപവസിച്ച് പ്രാർത്ഥിച്ചാണ് 1:30 മണിയുടെ ഈ ദിവ്യബലിയിലും ദിവ്യകാരുണ്യ ആരാധനയിലുമൊക്കെ പങ്കെടുക്കുന്നതെന്ന് അച്ഛന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. ഒത്തിരി സന്തോഷം ഒത്തിരി പേര് അറിയിക്കാറുണ്ട്. ഞങ്ങൾ ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്, ഞങ്ങൾ കൂട്ടായ്മയായിട്ട് ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. സാധിക്കുന്നവരൊക്കെ ഉപവസിച്ച് പ്രാർത്ഥിക്കുവാനൊക്കെ ആയിട്ട് പരിശ്രമിക്കാം. അതോടൊപ്പം തന്നെ ഈ ശുശ്രൂഷ നിങ്ങൾ കൂടിക്കഴിയുമ്പോൾ നിങ്ങൾ പങ്കുവെച്ച് കൊടുക്കാനായിട്ട് പരിശ്രമിക്കുക. നിങ്ങളൊന്ന് ഷെയർ ചെയ്യുവാണെങ്കിൽ ഒത്തിരി പേർക്ക് അതൊരു അനുഗ്രഹമായിരിക്കും. ചിലരൊക്കെ ഷെയർ ചെയ്ത് ലഭിച്ചു കഴിഞ്ഞപ്പോഴും എനിക്ക് മെസ്സേജ് അയക്കേണ്ട വെച്ചാൽ ഞങ്ങൾ ആദ്യമായിട്ട് കൂടി പങ്കെടുക്കാം, വലിയൊരു അനുഗ്രഹപ്രദമായിരുന്നു. സമർപ്പിച്ച് പ്രാർത്ഥിക്കുവാനൊക്കെ ആയിട്ട് മറ്റുള്ളവർക്കും അസഹായം, അതിനായിട്ടും എല്ലാവരും പരിശ്രമിക്കുക. തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിക്കുക. ഭവനങ്ങളിൽ എല്ലാ ദിവസവും ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുവാനായിട്ട്, വചനം വായിക്കുവാനായിട്ട്, വണക്കവാസ പ്രാർത്ഥനയൊക്കെ ചൊല്ലി തുടങ്ങിയിട്ടില്ലെങ്കിൽ ഇന്ന് തൊട്ടെങ്കിലും ഇനിയുള്ള 10 ദിവസമെങ്കിലും കൃത്യമായിട്ട് ചൊല്ലി പ്രാർത്ഥിക്കുവാനൊക്കെ ആയിട്ട് എല്ലാ മക്കളും പരിശ്രമിക്കുമല്ലോ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അതോടൊപ്പം തന്നെ നിയോഗങ്ങൾ അയക്കുന്നവർ വെള്ളിയാഴ്ച ദിവസം രാവിലെ ഒരു 9 മണിയാകുമ്പോഴത്തേക്കും നിയോഗങ്ങൾ ലഭിക്കാൻ പാകത്തിന് ഒന്ന് അയക്കണം. കാരണം വെച്ചാൽ അവസാന നിമിഷം വരുമ്പോൾ അത് എഴുതാനൊക്കെ ആയിട്ട് ബുദ്ധിമുട്ടാണ്. എല്ലാവരുടെയും നിയോഗങ്ങൾ അച്ഛൻ എഴുതി ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ചിട്ടുമുണ്ട്. തീക്ഷ്ണമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് ഈ സമയം വിശുദ്ധ കുരിശിൻ്റെ ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധ പിതാവിൻ്റെയും പ്രാർത്ഥനകളും വിശുദ്ധ ഗീവർഗീസിൻ്റെയും സെബസ്ത്യാനോസിൻ്റെയും വിശുദ്ധ അന്തോണീസിൻ്റെയും പ്രാർത്ഥനാ സഹായങ്ങളും നിങ്ങളുടെ പേരിന് കാരണബോധനായ വിശുദ്ധൻ്റെയും വിശുദ്ധയുടെയും പ്രാർത്ഥനാ സഹായവും നിങ്ങളുടെ ഇടവക മധ്യസ്ഥയുടെയും പ്രാർത്ഥനാ സഹായവും സ്വർഗ്ഗം നിങ്ങൾക്ക് സമ്മാനമായി നൽകിയിരിക്കുന്ന നിങ്ങളുടെ കാവൽമാലാകരുടെ സംരക്ഷണവും നിങ്ങളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. തമ്പുരാനെ, വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങൾ രക്ഷിക്കാം. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.